ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളിപ്പോ എല്ലാരും വന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സാംസ് എന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ ഇതിന്റെ ഒരു അവസ്ഥ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഈ ചാറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പല മേഖലയിൽ നിന്നുള്ള കുട്ടികൾ ഇതിലുണ്ട് അല്ലെ. ബിടെക്കുകാരുണ്ട്, അല്ലെ PG എടുത്തവരുണ്ട്, BSc എടുത്ത ആളുണ്ട്, BA എടുത്ത ആളുണ്ട്. ഇതൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 10th കഴിയുമ്പോൾ നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കോമൺ ആയിട്ട് നമ്മുടെ പാരന്റ്സ് പറയുന്ന ഒരു കാര്യം എന്താണ്? 10th കഴിഞ്ഞു, നീ നല്ല മാർക്കുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ സംബന്ധിച്ച് രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഉള്ളൂ എന്നുള്ളത് അല്ലേ. പാരന്റ്സ് പറയും ഒന്നുകിൽ നീ എഞ്ചിനീയറിംഗിന് പോവുക, അല്ലെങ്കിൽ മെഡിസിൻ എടുക്കുക എന്നുള്ള ഓപ്ഷൻ തരും. എന്റെ ഒരു കേസും അങ്ങനെ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല മാർക്ക് 10th ഉണ്ടായത് കൊണ്ട്, തിരക്കേണ്ടിയൊക്കെ മാർക്ക് കേട്ടോ, നല്ല മാർക്ക് എന്ന് പറയുന്നില്ല. അപ്പൊ നമുക്ക് സയൻസ് സ്ട്രീം നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മളോട് പറഞ്ഞു സയൻസ് സ്ട്രീം എടുത്തോ എന്ന് പറഞ്ഞു. പക്ഷെ സയൻസ് സ്ട്രീം നമുക്ക് ഇഷ്ടമാണോ അല്ലയോ, അല്ലെങ്കിൽ എന്താണ് ഈ +1 +2 നമുക്ക് പഠിക്കാനുള്ളത്, ഇതിനെ കുറിച്ചൊന്നും ധാരണ ഇല്ലാതെ നമ്മൾ കയറി സയൻസ് എടുക്കുകയും പല കുട്ടികളും ഇപ്പൊ ഈ 10th ഫുൾ A+ ഒക്കെ വാങ്ങി പോകുന്ന പല കുട്ടികളും +1 +2 എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതും. നമ്മൾ ഉഴപ്പിക്കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടോ +2 നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടാതെ ഇരിക്കുകയും, ഡിഗ്രി ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്യും അല്ലെ. കിട്ടിയ കോഴ്സ് ഏതാണ്, എന്റെ വീടിന് അടുത്തുള്ള കോഴ്സ് ഏതാണ്, അങ്ങനെ ജോയിൻ ചെയ്യും. നല്ല ശതമാനം കുട്ടികൾക്കും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ, ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ ഒരു അവസ്ഥ അല്ലെ. ഡിഗ്രി കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുക ഇനി എന്താണ് നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ വഴി. PG എടുക്കണോ, അല്ല എങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഗവൺമെന്റ് എക്സാംസ് എഴുതണോ, കാരണം നമ്മുടെ ഏജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആകെ ഒരു ടെൻഷൻ ആവുന്നതാണ് അല്ലെ. അപ്പൊ ഇതിനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് അതായത് നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ മാക്സിമം ഫ്രീഡം. നിങ്ങളെയാണ് കേട്ടോ ഞാൻ കുട്ടികൾ എന്ന രീതിയിൽ അഭിസംബോധന ചെയ്യുന്നത്. ആർക്കും വിരോധമില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ പണ്ടൊരു കുട്ടീനെ കുട്ടീന്ന് വിളിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ അത്ര ചെറിയ കുട്ടിയൊന്നല്ല, എന്നെ കുട്ടീന്നൊന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഞാൻ 40 വയസ്സുള്ള ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളൊക്കെ കുട്ടികളെ നിന്ന് അഭിസംബോധന ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നിങ്ങളൊരു 20-21 ആവുമെന്ന് കരുതുന്നു ഞാൻ. നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് ഇന്നുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പാരന്റ്സ് നമ്മളോട് പറയും നീ എന്ത് വേണമെങ്കിലും പഠിച്ചോ, ഇഷ്ടമുള്ളത് പഠിച്ചോ, ഫുൾ ഫ്രീഡം ആണ്, ഇന്ന കോഴ്സ് ചെയ്യണമെന്നൊന്നും കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം തരില്ല. ഞങ്ങളുടെ ജനറേഷന്റെ കാലത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാരന്റ്സ് പറയും നീ നല്ല മാർക്ക് ഉണ്ട്, അപ്പൊ നീ ഒന്നുകിൽ ഡോക്ടർ ആവാ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാം. അങ്ങനെ നമ്മുടെ ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് 3-4 ഓപ്ഷൻസിലേക്ക് എത്തിക്കുകയും അതിൽ നിന്ന് ഏതെങ്കിലും എടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് വരികയാണ്. അത് നമുക്ക് ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ചിലപ്പോൾ കഷ്ടപ്പെട്ട ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മൾ വലിച്ചെത്തിക്കുന്നതാണ്. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അതിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം നമ്മുടെ പാരന്റ്സോട് തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഡ്രോബാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഏത് കോഴ്സ് കരിയർ എടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു 100% കഴിവ് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു പ്ലിത്തോറ ഓഫ് കോഴ്സസ് നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ നമ്മുടെ ഒരു കഴിവ് എന്താണെന്നുള്ളത് ആക്ച്വലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പല ആൾക്കാരും 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടമില്ലാത്ത സ്ട്രീമിലേക്ക് നമ്മൾ പോകും. അത് കഴിഞ്ഞ് ഡിഗ്രി നമ്മൾ ഇഷ്ടമില്ലാത്ത കോഴ്സസ് ഒക്കെ പഠിച്ച് അവിടെ എവിടെയൊക്കെ നമ്മൾ എത്തുന്നത്. ഇത് നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ ഒരു മകളുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ മകൾ 8ാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത്. അവൾ ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കളിയൊക്കെ ചിരിക്കും. അവൾക്ക് ഇഷ്ടമുള്ള അവളുടെ ഒരു പാഷൻ എന്ന് പറയുന്നത് മോഡലിംഗ് ആണ്. അപ്പൊ ഞാൻ റീസെന്റ് ഞാൻ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറോട് പറഞ്ഞു എന്റെ മോള് മോഡലാണെന്ന് പറഞ്ഞു, മോഡലിംഗ് ആണ് അവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു ക്ലേ മോഡലിംഗ് ആണോ എന്ന് ചോദിച്ചു. കാരണം അവർ ചിന്തിക്കുന്നത് അതാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ക്ലേ മോഡലിംഗ് എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, നമ്മുടെ നോർമലി നമ്മുടെ റാം വാക്ക് മോഡലില്ലേ അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു 8ൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു മോഡൽ ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കാന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ പാരന്റ്സ് ഒക്കെ നമ്മൾ എതിർക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആസ് എ പാരന്റ് ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ 5ാമത്തെ വയസ്സ് അല്ലെങ്കിൽ അവളുടെ ഒരു 4 വയസ്സ് തൊട്ടേ അവളുടെ എയിം എന്ന് പറയുന്നത് മോഡൽ ആവുക എന്നുള്ളതാണ്. 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ്, അങ്ങനെ ഇപ്പോൾ അവൾക്ക് 14 വയസ്സ് കഴിഞ്ഞു. ഈ 14 വയസ്സിലും അവളുടെ പ്ലാൻ അവൾ മാറ്റിയിട്ടില്ല. അവൾക്ക് ഒരു ഒറ്റ എയിമേ ഉള്ളൂ, മോഡൽ 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 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് നോക്കി കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ അവൾ മോഡൽ ആവുകയോ ഇല്ലയോ എന്നുള്ള വേറെ വിഷയം. പക്ഷെ ഒരു 10-11 കൊല്ലമായിട്ട് അവളുടെ ഉള്ളിൽ ഒറ്റ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ പ്രായത്തിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒറ്റ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ സിനിമാ നടനാവണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പിന്നെ എനിക്ക് മനസ്സിലായി നടക്കില്ല എന്ന് മനസ്സിലായി. 10th ആയപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യം ഫുട്ബോളൊക്കെ കളിക്കും, എന്നാ പിന്നെ ഫുട്ബോൾ കളിച്ച് അങ്ങനെ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോ സ്റ്റേജിലും നമ്മുടെ തീരുമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇഷ്ടമില്ലാത്ത കോഴ്സസ് നമ്മൾ എടുക്കുന്നു, നമ്മൾ എന്തൊക്കെയോ പഠിച്ചു കൂട്ടുന്നു എന്നല്ലാതെ നമുക്കും ഒരു ഗുണമില്ല, സമൂഹത്തിനും ഗുണമില്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഡിഗ്രി എടുത്തു. ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, PG എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്.
പല പെൺകുട്ടികളും എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എന്തിനാണ് PG എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും കല്യാണ മാർക്കറ്റില് PG എങ്കിലും ഇല്ലാതെ ഒരു വിലയില്ല. അപ്പൊ ഒരു ഡിഗ്രി മാത്രം എന്ന് പറയുമ്പോൾ ഒരു നല്ല ഇത് വരുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് PG എടുക്കണേന്ന് പറയും. അപ്പൊ ഈ PG എടുക്കുന്നത് കല്യാണ മാർക്കറ്റിൽ വില ഉണ്ടാവാനാണോ എന്നുള്ള ഒറ്റ ചോദ്യമാണ്. ആ PG എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അത്രയും വർഷം നമ്മൾ പഠിച്ച കാര്യത്തിന് അവിടെ എന്താണ് അവിടെ റിസൾട്ട് വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. +2 വരെ പഠിച്ചു. LKG, UKG, +2 14 കൊല്ലം പഠിച്ചു. 3 കൊല്ലം നമ്മൾ ഡിഗ്രി, 17 കൊല്ലം, 2 കൊല്ലം നമ്മൾ PG എടുത്തു. 19 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഒരു ജോലി, ഒരു നല്ല ജോലി. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പഠിച്ച പഠിപ്പൊന്നും നമുക്ക് നല്ല ജോലിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി വേണം എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ള ശ്രമത്തിലെത്തും. അപ്പൊ ഒരു ആവറേജ് ഒരു 21, 22 വയസ്സൊക്കെ ആവുമ്പോഴാണ് നമ്മുടെ മലയാളി കുട്ടികൾ ചിന്തിക്കുന്നത് ഒരു ഗവൺമെന്റ് ജോലി വേണം. നമുക്ക് ഇവിടെ ഇപ്പൊ നിങ്ങൾ പുറത്തു പോകാനുള്ള ഉദ്ദേശമുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, ഫൈൻ. പക്ഷെ നാട്ടിൽ തന്നെ നമുക്ക് വേണം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗവൺമെന്റ് ജോലി തന്നെയാണ്. അപ്പൊ നമ്മൾ ഒരു 20, 21 വയസ്സൊക്കെ ആവുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് വേണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു വരുന്നു. കുറച്ച് ഏജ് ഒക്കെ ആവുമ്പോഴേക്കും എന്താ വെച്ചാൽ പഠിക്കാനുള്ള നമ്മുടെ കഴിവൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ്. പിന്നെ നമുക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റാതെ അല്ലെങ്കിൽ അതിനിടയിൽ കല്യാണം നടക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആവുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വിചാരിച്ച ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു നേരം വൈകിട്ടുള്ള ഈ പ്രായത്തിൽ നമ്മൾ ഒരു ഗവൺമെന്റ് എക്സാമിന് ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ എഴുതാൻ പോകുന്ന ഈ ഗവൺമെന്റ് എക്സാം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ് അല്ലെ? ഓൾ ഇന്ത്യ ലെവലിലെ ആൾക്കാർക്ക് എഴുതാൻ പറ്റാവുന്ന ഒരു എക്സാം ആണ്. ഇങ്ങനെ ഒരു എക്സാം നമ്മൾ എഴുതുമ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ആരായിട്ടാണ്? കേരളത്തിലെ കുട്ടികളായിട്ട് മാത്രമല്ല, ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള കുട്ടികളായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അവർ ഏത് പ്രായത്തിലാണ് ഈ നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ മറ്റു നാട്ടിലെ ആൾക്കാർ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് കൂടെ അറിഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ പഠനം മുന്നിലോട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ നോക്കിയാൽ നമുക്ക് അറിയാം ഈ നോർത്തിലൊക്കെ കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ +2 പഠിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അവർ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് ഇതുപോലെയുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ 21ാമത്തെ വയസ്സിൽ നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഈ നോർത്തിലൊക്കെ ഉള്ള കുട്ടികൾ 2 3 കൊല്ലം ഈ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ PG ഒക്കെ കഴിഞ്ഞ് എത്തുന്ന സമയമാകുമ്പോഴേക്കും അവര് ജോലിക്ക് കയറിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. എന്ത് ജോലി ഞാൻ ചെയ്യണം എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു മത്സരം വരികയും കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തു. ശരിയായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഞാൻ പറയുന്നത്. ഇനി ഇതിൽ ആരാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നത്? പാർട്ട്ലി നമുക്ക് നിങ്ങൾ കുട്ടികൾക്കും ഒരു പ്രശ്നം ഒരു കുറ്റം ഉണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ജോലികളെ കുറിച്ചൊന്നും കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് മുമ്പിലുള്ള പാഠ്യ വിഷയം എന്താണോ അത് പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് വാങ്ങി പോവുക എന്നല്ലാതെ ജോലി എന്നുള്ള ചിന്തയെ കുറിച്ച് നമ്മൾ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊന്നും ഭൂരിഭാഗം കുട്ടികളും ചിന്തിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇനി നമ്മുടെ പാരന്റ്സും കുറ്റക്കാർ തന്നെയാണ് അല്ലെ? പാരന്റ്സ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നില്ല. പാരന്റ്സ് പറയാണ് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞാൽ നിന്നെ എക്സാമിന് വേണ്ടി നീ പ്രിപ്പയർ ചെയ്യൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ BTech എന്നുള്ളതൊക്കെ മാറ്റി നിർത്തും. നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ഡിഗ്രി എടുക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെന്ന് വിചാരിക്കുക. ഒരു സാധാരണ ഡിഗ്രി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 3 കൊല്ലം നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് ഫുൾ ടൈം പഠിക്കാനുള്ള അത്തരം സിലബസ് നമുക്കുണ്ടോ? ഒരു ഡിഗ്രിയിലത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇല്ല അല്ലെ? നമുക്ക് കുറെ റിലാക്സ് ചെയ്യാനുള്ള സമയമൊക്കെ നമ്മളോട് കിട്ടുന്നുണ്ട്. നല്ല കാര്യം. നിങ്ങൾ റിലാക്സ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡെയിലി നിങ്ങൾ 1 മണിക്കൂർ നേരം നിങ്ങൾ ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ടേ നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയർ കഴിയുമ്പോഴേക്കും നിങ്ങൾ 1000 മണിക്കൂർ നേരമാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത് അല്ലെ? 1000 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വലിയൊരു സമയം തന്നെയാണ്. 1000 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ഗവൺമെന്റ് ജോബിലേക്ക് കയറാനുള്ള ഇതിലേക്ക് എത്തി. പക്ഷെ ഇതൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഡിഗ്രിയുടെ അവസാനം PG ഒക്കെ ആവുമ്പോഴാണ് നമ്മൾ ആകെ എന്ത് ചെയ്യണം എന്ന് അറിയാതെ വെറുതെ നിൽക്കുന്നത്. ഇനി പലപ്പോഴും നമ്മൾ എഴുതുന്ന എക്സാമിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നമ്മൾ വരുന്നില്ല അല്ലെങ്കിൽ പിന്നിലായി പോരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 മാസമോ 1 കൊല്ലം കൊണ്ടും പ്രിപ്പയർ ചെയ്ത് എഴുതുന്ന ഒരു എക്സാം ഓൾറെഡി വേറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതായത് നോർത്തുള്ള ആൾക്കാരൊക്കെ ഒരു 3 കൊല്ലം 4 കൊല്ലം അവർ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്ന് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1 കൊല്ലം കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സാധനം വേറൊരാൾ അതിനു വേണ്ടി 4 കൊല്ലം ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണ് ജോലി കിട്ടാനുള്ള അർഹത ഉള്ളത്? അയാൾക്ക് തന്നെയാണ് അല്ലെ? നമ്മൾ ചിലപ്പോൾ അയാളെക്കാൾ ഇന്റലിജന്റ് ആയിരിക്കാം. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരു ബേസിക് ലെവൽ ഓഫ് ഇന്റലിജൻസ് മതി എന്നുള്ളതാണ്. ബാക്കിയൊക്കെ എന്താണ് പറഞ്ഞത്? ഹാർഡ് വർക്കിംഗ് ആണ് പറഞ്ഞത് അല്ലെ? എത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണു, എങ്ങനെയാണ് നമ്മുടെ എക്സാം പാറ്റേൺ വരുന്നത്, അപ്പൊ എങ്ങനെ പഠിച്ചാലാണ് നമുക്കത് കിട്ടുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ നമുക്ക് ഉണ്ടാവും.
അപ്പൊ പാർട്ട്ലി നമ്മുടെ പാരന്റ്സും ഇതിന് കുറ്റക്കാര് തന്നെയാണ്. ഏറ്റവും വലിയ കുറ്റക്കാര് എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ പഠിച്ച നമ്മുടെ കോളേജിലെ അതോറിറ്റീസ് എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, ഇതുപോലെയുള്ള നമുക്ക് നമ്മുടെ ഭാവിയെ കുറിച്ച് പറഞ്ഞു തരുന്നതായിട്ടുള്ള സെമിനാറുകളോ വർക്ക്ഷോപ്പുകളോ ഒന്നും നമ്മുടെ കോളേജുകളിൽ കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെയധികം ഒരു ഒരു വിഷമിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് അല്ലേ? അതുപോലുള്ള സെമിനാർസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതേപോലുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വന്നിരിക്കേണ്ട ആവശ്യമില്ല. ഡിഗ്രി കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു അറിവുണ്ടാവും. പക്ഷെ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണ്? ഏതെങ്കിലും ഒരു ആൾക്കാർ, ഇപ്പൊ ഒരു CA ഫേം നടത്തുന്ന ആൾക്കാർ, അപ്പൊ അവര് വന്നിട്ട് പറയാണ് ഞങ്ങളുടെ CA കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് പറയും. അത് കേട്ടിട്ട് കുറച്ച് പിള്ളേര് CAക്ക് പോകും. ഇനി കുറച്ച് പേര് ഈ ഏവിയേഷൻ മേഖലയിൽ നിന്ന് ഏതെങ്കിലും കുറച്ച് ആൾക്കാർ വരും, അവരൊരു സെമിനാർ കണ്ടക്ട് ചെയ്യും. ഇതാണ് ഏറ്റവും നല്ല കോഴ്സ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല സാധ്യത ഉണ്ടെന്ന് പറയും. നിങ്ങൾ അതിലേക്ക് നിങ്ങൾ പോകുന്നത്, നിങ്ങൾ ട്രാൻസ്ക്രൈബ്, അങ്ങനെ പല പല ചെറിയ ചെറിയ കോഴ്സസിലെ ആൾക്കാർ വരികയും അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുന്നു? ഇത് നല്ല ജോബാണെന്ന് വിചാരിക്കും. എല്ലാ ജോബും നല്ലത് തന്നെയാണ്. പക്ഷെ പ്രശ്നം വരുന്നത് എന്താണ്? ആ ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും ആ ജോബിന് വേണ്ട ആൾക്കാരുടെ എണ്ണം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തായിരിക്കും? വേണ്ട ആൾക്കാരുടെ എണ്ണം ചിലപ്പോൾ വളരെ മിനിമം ആയിരിക്കും അല്ലെ? 10 ലക്ഷം പേര് ഒരു ജോലിക്ക് വേണ്ടി നോക്കുന്നുണ്ട് എങ്കിൽ ഒരു 100 പേര് മാത്രമേ നമുക്ക് ആ ഒരു സെലക്ട് ചെയ്യാനുള്ള അർഹതയുള്ളൂ എങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവിടെ ഡിസപ്പോയിന്റഡ് ആണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു അഗാധമായിട്ട് ഒരു വലിയ കടല് പോലെയുള്ള ഒരു ഇത് തന്നെയാണ്. എങ്ങനെ നമുക്ക് അതിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നോക്കി കാണുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ജോബ് എന്ന് പറയുന്നത് UPSC ആണ്. സിവിൽ സർവീസ് നമ്മൾ പാസ്സായിക്കൊണ്ട് നമ്മൾ കയറി പോകാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കുക, നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളായിരിക്കാം നിങ്ങൾ. പക്ഷെ അതിൽ ചില വസ്തുതകൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായിരിക്കും വസ്തുത എന്ന് പറയുന്നത്? നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എല്ലാ വർഷവും 1000-ൽ താഴെ ആൾക്കാർ മാത്രമേ സിവിൽ സർവീസിന് വേണ്ടി എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് അല്ലെ? അപ്പൊ നിങ്ങൾ നല്ല അറിവുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ 1000-ൽ ഒരാളാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ കഴിവും ആ മിടുക്കും അത്രയും ഹാർഡ് വർക്ക് ഇടാനുള്ള ഒരു ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുകയും ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ? ഇനി അല്ല നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരാളാണ്, 1000-ൽ ഒരാളൊക്കെ എനിക്ക് ആവാൻ പറ്റും, ഇക്കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം ആവാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഈ പല ആൾക്കാരും നിരാശരാകുന്നതിന്റെ കാരണം എന്താണ്? കാരണം ഒഴിവ് വളരെ കുറവാണ് സിവിൽ സർവീസ് അല്ലെ? നിങ്ങളുടെ റാങ്ക് ചിലപ്പോൾ 1001 ആയിരിക്കാം, 1000 പേരെ സെലക്ട് ചെയ്തു. ഓൾ ഇന്ത്യ ലെവലിൽ 1001 റാങ്കുള്ള ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും മിടുക്കനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ 1000 പേര് അവർക്ക് വേണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1001-ാമത്തെ റാങ്കുള്ള നിങ്ങളും 1,00,000 റാങ്കിൽ വരുന്ന ആളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നിങ്ങൾ എല്ലാവരും റിജക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഏറ്റവും വലിയ ചാലഞ്ച് UPSC-യുടെ മുമ്പിലെ ചാലഞ്ച് എന്ന് പറയുന്നത്, നമ്മുടെ മുമ്പിലെ ചാലഞ്ച് എന്ന് പറയുന്നത് UPSC-യുടെ ഒഴിവുകൾ വളരെയധികം കുറവാണ് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള വേറെ ഏതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ് അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കും UPSC ഇല്ല, അതിനെ കൊണ്ട് പറ്റില്ല, എന്നാ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടായി SSC എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, അപ്പൊ SSC എക്സാം നമുക്ക് എഴുതിയാലോ, നല്ല കാര്യമല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. ശരിയാണ്, നല്ലൊരു കാര്യം തന്നെയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ SSC-യുടെ ഏകദേശം ഒരു 80 to 90% സിലബസ് വരുന്നതായിട്ടുള്ള ഒരുപാട് എക്സാംസ് നമുക്ക് എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ആ എക്സാമുകളെ കുറിച്ചുള്ള ഒരു ചെറിയ ബ്രീഫിംഗ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഒരു ടൈറ്റിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 50-ൽ മേലെ എക്സാംസ്, ഒരു ജനറൽ ഡിഗ്രി എടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് 50-ൽ മേലെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് എഴുതാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അല്ലെ? 50-ൽ പരം എക്സാംസ് നമുക്ക് എല്ലാ വർഷവും നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നമ്മുടെ ചാൻസസ് വളരെ ഹൈ ആണ്. ഒരു ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? UPSC എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ നമ്മൾ എഴുതുന്നതാണ്, അത് കിട്ടിയില്ലെങ്കിൽ പോയി. നമ്മൾ പ്രിലിംസ് പാസ്സായി, മെയിൻസ് പാസ്സായി, ഇന്റർവ്യൂലാണ് പോകുന്നതെങ്കിലും അടുത്ത വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട എവിടെ നിന്നാണ്? നമ്മൾ തുടക്കത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് അല്ലെ? പക്ഷെ ഇതങ്ങനെയല്ല, എല്ലാ വർഷവും നമുക്ക് 50ഓളം എക്സാംസ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഈ വർഷം ഞാൻ ഒരു 50ഓളം എക്സാംസ് എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് എന്ത് ചെയ്യാം? അടുത്ത വർഷം വീണ്ടും എനിക്ക് ഇതേ എക്സാംസ് എഴുതാം. കാരണം ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് എന്ന് പറയുന്നത് PSC എക്സാംസ് പോലെയല്ല, കൃത്യമായിട്ട് ഒരേ ഡേറ്റിൽ തന്നെ നടന്നു പോകുന്ന, കൃത്യമാസങ്ങളിൽ തന്നെ നടത്തി പോകുന്ന എക്സാംസ് ആണ്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഉണ്ട് എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് അല്ലെ? നമുക്ക് ഓടുമ്പോൾ നമുക്ക് ആ ഫിനിഷിംഗ് പോയിന്റ് കണ്ടാലല്ലേ ഓട്ടത്തിന് അവിടെ അർത്ഥം വരുന്നുള്ളൂ. അപ്പൊ നമുക്കറിയാം ഇന്ന എക്സാം ഓഗസ്റ്റിൽ വരുന്നുണ്ട്, അപ്പൊ ഇതിനു വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യാം. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേണ്ട, അടുത്ത വർഷം എനിക്ക് ഓഗസ്റ്റിൽ ഇതേ എക്സാം വരുന്നുണ്ട്, എനിക്ക് ഒന്നും കൂടെ എനിക്ക് ഒരു ട്രൈ കൊടുക്കാമെന്നുള്ള ഒരു ഇത് നമുക്ക് വരുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ 50ഓളം എക്സാംസ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഈ 50ഓളം എക്സാംസ് എന്ന് പറയുന്നത് മാത്രമല്ല, ഈ 50ഓളം എക്സാംസിൽ നിന്ന് എല്ലാ വർഷവും ഏകദേശം ഒരു 3,50,000 മുതൽ 4 ലക്ഷത്തോളം, ഒരു ആവറേജ് ആണ് പറയുന്നത് കേട്ടോ,
3,00,000 മുതൽ ഒരു 4,00,000ത്തോളം ഒഴിവുകൾ അറ്റ് ആൻ ആവറേജ് ഈ പല പല പരീക്ഷകളിലായിട്ട് ഒഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓൾ ഇന്ത്യ ലെവലില് നിങ്ങളൊരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ 3.5 to 4,00,000ത്തോളം ഒഴിവുകൾ വരുന്നതായിട്ട് ഞാൻ പറയുന്നത് പല പല എക്സാംസിന്റെയും ഒഴിവുകൾ കൂട്ടി വെച്ചുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. 4,00,000-ൽ ഒരാളാവാൻ നിങ്ങളോട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുള്ള ഒരു ചെറിയ കോൺഫിഡൻസ് വരും അല്ലെ. 4,00,000-ൽ ഒരാൾക്ക് ചിലപ്പോൾ ആവാൻ പറ്റും. കാരണം ഒരു എക്സാം എഴുതുന്ന ആൾ ചിലപ്പോൾ 15 ലക്ഷമായിരിക്കും ഒരു എക്സാമിന് വേണ്ടി അപ്പയർ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. ഈ 15 ലക്ഷം ആൾക്കാരും കൃത്യമായിട്ട് പഠിച്ചു വരണം എന്നൊന്നും നിർബന്ധമില്ല അല്ലെ. എല്ലാവരും കയറി അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് ചിലപ്പോൾ ഒരു നല്ലൊരു 30% ആൾക്കാർ ചിലപ്പോൾ ടെസ്റ്റിന് എഴുതിയത് വരില്ല. ഈ അപ്പയർ ചെയ്യുന്ന ആൾക്കാരിലും ഒരു 60% ആൾക്കാരും മര്യാദയ്ക്ക് പഠിച്ചിട്ടൊന്നും ആവണമെന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 4,00,000-ൽ ഒരാൾ എനിക്ക് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണ് ചെറിയൊരു ഒരു എന്താ പറയാ ലഡു കുട്ടി എന്നൊക്കെ പറയില്ലേ അല്ലേ. അത് ചിലപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആവാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ എന്താണ് നമ്മുടെ ഗവൺമെന്റ് കരിയർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സെൻട്രൽ ഗവൺമെന്റ് വേണം ജോബ് വേണം എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന 2-3 കാര്യങ്ങളാണ് അല്ലെ. ഒന്ന് ജോബ് സെക്യൂരിറ്റി ആണ്. മാസം മാസം നമുക്ക് ജോലിയിൽ നിന്ന് നമുക്ക് വിട്ടുപോകേണ്ട അവസ്ഥ വരാൻ പാടില്ല അല്ലെ. ഒരു 6 മാസം നമ്മൾ ജോലി ചെയ്തു, നമ്മളോട് നമ്മുടെ കമ്പനിയുടെ ഉടമ പറയാണ് ഇനി വരണ്ട കേട്ടോ, 5-ൽ ഇനി വരണ്ട, ഇനി അടുത്ത മാസം തൊട്ട് 5-ൽ വരണ്ട കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായി പെട്ടെന്ന് നമ്മൾ പെട്ടു എന്നുള്ളതാണ് അല്ലെ. നമ്മൾ അതുവരെയുള്ള നമ്മുടെ കുറെ ലോണുകളും EMIs ഇതൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ പെട്ടു. പക്ഷെ ഗവൺമെന്റ് ജോബ് ആണെങ്കിലോ അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കൃത്യമായിട്ട് നമ്മൾ ജോലി ചെയ്തു പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ശമ്പളം കൃത്യമായിട്ട് ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു പോകുന്നതാണ് അല്ലെ. അപ്പൊ ആബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ജോബ് സെക്യൂരിറ്റി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് അല്ലെ അത്യാവശ്യം നല്ലൊരു സ്കെയിലാണ് അല്ലെ. ഇനി 8th പേ കമ്മീഷൻ ഇനി വരാൻ പോവാണ്. 7th പേ കമ്മീഷനിൽ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല ഒരു ശമ്പളം കിട്ടുന്നതാണ്. ഇപ്പൊ നല്ല ശമ്പളം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും എത്രയൊക്കെ ശമ്പളം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ ഒരു ലോവസ്റ്റ് തൊട്ട് ഏറ്റവും ഹയസ്റ്റ് വരെയുള്ളത് ഞാൻ പറയാം. ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബിൽ നിങ്ങൾക്ക് ലാസ്റ്റ് അതായത് ഏറ്റവും ലോവസ്റ്റ് വരുന്ന ജോബ് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള ജോബാണ് ഇത് വരുന്നത്. അതായത് നമ്മളിവിടെ പറയുന്ന പ്യൂണൊക്കെ എന്ന് പറയുന്ന രീതിയിലുള്ള ജോബ്സ് ആണ് വരുന്നത്. ആ ഒരു ജോബ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 35,000 റുപ്പീസിന് അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും മിനിമം നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണ്. ഓക്കെ, മോശമായിട്ടുള്ള ഒരു എമൗണ്ട് ആണോ? നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. അതായത് അവര് പറയുന്നത് 10ാം ക്ലാസ് യോഗ്യത മാത്രമുള്ള ഒരു പരീക്ഷയാണ് ഈ MTS എക്സാം എന്ന് പറയുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് ഈ 35,000 എന്ന് പറയുന്നത്. മോശമില്ലാത്തൊരു കാര്യമാണ്. ഇനി അല്ല നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ജോബില്? തീർച്ചയായിട്ടും ഒരു ഡിഗ്രി മാത്രമാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ആവശ്യം അവിടെ വരുന്നില്ല. ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തന്നെ ഇതിലത്തെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ടോപ്പ് ആയിട്ടുള്ള ജോലിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു 1,20,000 റുപ്പീസിന് അടുത്ത് നിങ്ങൾക്ക് സാലറി നിങ്ങൾക്ക് കയ്യിൽ കിട്ടുകയാണ്. അപ്പൊ ഈ രണ്ട് എമൗണ്ടും തമ്മിലുള്ള റേഞ്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 30,000 വരെ നിങ്ങൾ ഏറ്റവും മോശമാണെങ്കിൽ നിങ്ങൾക്ക് 35,000 വരെയുള്ള ജോലി കിട്ടാം. ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരാളാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ആണ് പറയുന്നത്. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാളാണ് നിങ്ങൾ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മാസം തൊട്ട് ജോലിക്ക് കയറി അടുത്ത മാസം തൊട്ട് നിങ്ങൾക്ക് കയ്യിൽ തരുന്ന 1,20,000 രൂപ. ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് ഇത്രയും എമൗണ്ട് കിട്ടുന്ന വേറെ ഏത് സ്ഥാപനമുള്ളത്? തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേ ആൻഡ് അലവൻസസ് എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ പ്രസ്റ്റീജ് ആൻഡ് അതോറിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. നല്ല ഒരു വിലയും നിലയും ഒക്കെ ഉള്ള ഒരു ജോബാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കരിയർ നമുക്ക് കയറി പ്രൊമോഷൻ എടുത്ത് കയറി പോകാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടെന്നതാണ് അല്ലെ. ഇതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും ഒരു ഗവൺമെന്റ് ജോബ് അപ്ലൈ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇനി വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് വരെ ഇത് എഴുതാനായിട്ട് പറ്റും. പല ജോബുകളും 18 വയസ്സ് മുതൽ 32 വയസ്സ് വരെ പല ജോബുകളും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അല്ലെ. ഏറ്റവും മിനിമം ഏജ് പറയുന്നത് 18 ആണ്. മാക്സിമം ഏജ് പറയുന്നത് 32 വയസ്സ് വരെയാണ് പല പോസ്റ്റുകൾക്കും പറ്റുന്നത്. ഇത് ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ്. ഇനി OBC ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 വർഷം കൂടെ നിങ്ങൾക്ക് ഒരു ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടും. അത് 35 വരെ നിങ്ങൾക്ക് പറ്റും. ഇനി അല്ല നിങ്ങൾ SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 37 വയസ്സ് വരെ എഴുതാവുന്നതാണ്. ഇനി എഴുതുന്ന എക്സാംസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് 20 വയസ്സുണ്ട്. 20 വയസ്സ് തൊട്ട് നിങ്ങളിപ്പോ SC/ST പെട്ട ഒരാളാണെന്ന് വിചാരിക്കുക. 37 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി നിങ്ങൾക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാമെന്നുള്ളതാണ് അല്ലെ.
നമുക്ക് UPSC എന്ന് പറഞ്ഞാൽ 6 പ്രാവശ്യത്തിന് മേലെ നമുക്ക് എഴുതാൻ പറ്റില്ല. ഇത് അങ്ങനെയില്ല. എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് ഒരു 3-4 കൊല്ലം കഴിഞ്ഞു. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാംസ് പഠിച്ച് എഴുതി ഇതിലേക്ക് നിങ്ങൾക്ക് കയറി ചെല്ലാന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് വേണ്ട മിനിമം ഇത് പറയുന്നത് എത്രയാണ്? ഒരു ഡിഗ്രി മാത്രം മതി എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഡിഗ്രിക്കാർ തന്നെയാണ്. ഇനി ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ ഈ പറഞ്ഞ എക്സാംസ് എഴുതാൻ പറ്റുള്ളൂ. ഡിഗ്രിക്ക് താഴെയുള്ള ആൾക്കാർക്കുള്ള വേറെ എക്സാംസ് ഉണ്ടോ? അതുണ്ട്. അത് തീർച്ചയായിട്ടും പറയാവുന്നതാണ് അല്ലെ. ഈ കാണുന്ന മിക്ക എക്സാംസിനും എന്തായിരിക്കും? 2 ടയർ ഉണ്ടായിരിക്കും അല്ലെ. ഒരു പ്രിലിംസ് ഉണ്ടായിരിക്കും, അതേപോലെ ഒരു മെയിൻസും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. പിന്നെ ചില സ്കിൽ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ചില ടൈപ്പിംഗ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു യൂണിഫോം പോസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടം ചാട്ടം തുടങ്ങിയതായിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ പറയും. അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് ഞാൻ ഇട്ടുതരാം. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങളൊരു UPSCക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആണല്ലോ. ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് വേണ്ടിയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ 50 എക്സാംസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. കാരണം ഇതിൽ വരുന്ന 80 to 90% സിലബസ് എന്ന് പറയുന്നത് സെയിം സിലബസ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിലബസ് എന്ന് പറയുമ്പോൾ എന്ത് സിലബസ് ആണ് വരുന്നത്? മാത്സ് ഒക്കെ ഇതിൽ വരുന്നത് കേട്ടിട്ടുണ്ട്. മാത്സ് ഒന്നും എനിക്ക് വലിയ പിടുത്തമില്ല. 10th കഴിഞ്ഞതിന് ശേഷം ഞാൻ മാത്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ടഫ് ആയിട്ടുള്ള മാത്സ് ഒക്കെയാണോ? ഇന്നും കൂടെ ഒരു കുട്ടി അഡ്മിഷൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചതാണ്. എനിക്ക് +1 +2 മാത്സ് ഒക്കെ ഭയങ്കര ടഫാണ്, ഇന്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 10th വരെയുള്ള ഒരു കുട്ടി, 10th വരെ നമ്മൾ പഠിക്കുന്ന സിലബസ് എന്താണോ അത് തന്നെയാണ് മാത്സിൽ വരുന്നത്. അതായത് നമ്മളിപ്പോ പഠിക്കുന്നില്ലേ, പെർസെന്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, മെൻസുറേഷൻ, ട്രിഗണോമെട്രി, അങ്ങനെ തുടങ്ങിയ ടോപ്പിക്സ് 10th വരെ നമ്മൾ പഠിക്കുന്ന അതേ ടോപ്പിക്സ് തന്നെ ഇവിടെ ചോദിക്കുള്ളൂ. പുതിയതായിട്ട് ഒന്നും വരുന്നില്ല എന്നതാണ് അല്ലെ. 4 വിഷയങ്ങളാണ് വരുന്നത്. എന്താ വരുന്നത്? മാത്സ് എന്നുള്ള സബ്ജക്ട് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്, ജനറൽ നോളജ് വരുന്നുണ്ട്, അതിനൊപ്പം റീസണിങ് എന്ന് പറയുന്ന വിഷയം കൂടെ വരുന്നുണ്ട്. റീസണിങ് എന്നുള്ള വിഷയം മാത്രമാണ് നമ്മുടെ സ്കൂളുകളിലും കോളേജിലും നമ്മൾ പഠിക്കാത്തത്. എങ്കിലും മറ്റു വിഷയങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റീസണിങ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സാംസ് എഴുതാൻ പറ്റും. ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അവിടെ ജനറൽ നോളേജ് ഉണ്ടാവില്ല. ജനറൽ അവയർനെസ്സിന് പകരം അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ബാങ്കിങ് അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക് ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. BCom ഒക്കെ എടുത്ത ഒരാൾക്കാണെങ്കിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ എന്താണ് ബാങ്കിങ് സെക്ടറിലെ കുറച്ച് കാര്യങ്ങളോ, RBI ഗൈഡ് ലൈൻസ്, അല്ലെങ്കിൽ റിപ്പോ റേറ്റ് എന്താ, റിവേഴ്സ് റിപ്പോ എന്താണ്, മോർഗേജ് സിസ്റ്റം എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ്, അങ്ങനെ കുറച്ച് നമ്മുടെ ടെക്നിക്കൽ ടേംസ് വരുന്നില്ലേ. അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ബാങ്കിങ് അവയർനെസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. അത് ആകെ ചോദിക്കുന്നത് എവിടെയാണ്? ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് മേഖലയിൽ വരുന്ന എക്സാംസിൽ മാത്രമാണ് ചോദിക്കുന്നത്. ബാക്കിയുള്ള എക്സാംസിലൊക്കെ ജനറൽ നോളജ് ആണ് വരുന്നത്. ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ 10th വരെ നമ്മൾ പഠിച്ച നമ്മുടെ ജോഗ്രഫി, ഹിസ്റ്ററി, ഇന്ത്യൻ പൊളിറ്റി ഒക്കെ വരുന്നില്ലേ, കറണ്ട് അഫയേഴ്സ് വരുന്നില്ലേ, സ്റ്റാറ്റിക് GK വരുന്നില്ലേ. സ്റ്റാറ്റിക് GK എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് അല്ലെ. ഇതൊന്നും മാറുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും സെയിം ആൻസർ വരുന്ന സാധനം തന്നെയാണ്. ഇതിനാണ് നമ്മൾ സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത് അല്ലെ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഏത് എക്സാമിന് വരുന്നത്, പൊതുവെ ചോദിക്കുന്ന എക്സാംസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സാംസ് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റാവുന്ന എക്സാംസിന് ഞാൻ 3-4 കാറ്റഗറീസ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എക്സാംസ് എന്ന് പറയുന്നത് എന്താണ്? SSC എക്സാംസ് എന്ന് പറയുന്നതാണ്, അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാംസ് ആണ്. അതായത് നമ്മുടെ കേരളത്തിലുള്ള ഗവൺമെന്റ് ജോബുകൾക്ക് വേണ്ടിയിട്ട് പരീക്ഷ നടത്തുന്ന ബോഡിയുടെ പേരെന്താണ്? PSC എന്നാണ് നമ്മൾ പറയുക അല്ലെ. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് നമ്മൾ പറയുന്നു അല്ലെ. അതേപോലെ തന്നെ നമുക്ക് നാഷണൽ ലെവലിലുള്ള സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിന് വേണ്ടിയിട്ട് പരീക്ഷ നടത്തുന്ന ഒരു സ്ഥാപനം മാത്രമാണ് SSC എന്ന് പറയുന്നത്. ഇപ്പൊ SSC എന്ന് പറയുമ്പോൾ അതിന്റെ കീഴിൽ വരുന്നതായിട്ടുള്ള എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ജോബുകൾക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു ബോഡി മാത്രമാണ് SSC എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ SSC എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം നടത്തുന്നതായിട്ടുള്ള ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് SSC CGL എക്സാം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ CGL എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഈ മാസം അവസാനമാണ് അതിന്റെ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. എക്സാം വരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ, ഒരു ഓഗസ്റ്റ് 15-ന് ശേഷം പ്രതീക്ഷിക്കാം. Tier 1 വരുന്നത്, Tier 2 വരുന്നത് ഡിസംബറിലേക്കാണ് വരുന്നത് അല്ലെ. അതായത് ഒരു ഗ്രാജുവേഷൻ ഉള്ള ഏതൊരു കുട്ടിക്കും എഴുതാൻ പറ്റാവുന്ന
എക്സാം ആണ് SSC CGL എക്സാം എന്ന് പറയുന്നത്. ഏറ്റവും പ്രസ്റ്റീജിയസ് എക്സാം ആണ്. UPSC എക്സാം, സിവിൽ സർവീസ് എക്സാം കഴിഞ്ഞ് വരുന്ന തൊട്ട് താഴെ നിൽക്കുന്നതായിട്ടുള്ള ഒരു എക്സാം ആണ് SSC CGL എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ മിനി സിവിൽ സർവീസ് എന്ന് നമ്മൾ പറയുന്നത്. ഈ പറഞ്ഞ എക്സാമിനും ഏകദേശം നമുക്ക് നോക്കി അറിയാൻ പറ്റും, ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഏകദേശം 12,000-ത്തിനടുത്ത്, അതായത് 13,000-ത്തിനടുത്തോളം നമുക്ക് ഒഴിവുകളാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒഴിവുകളൊന്നും നോക്കിയിട്ടും കാര്യമില്ല. നമുക്ക് ഓൾറെഡി ഇത് കോൾ ഫോർ ഒക്കെ ചെയ്ത് നമുക്ക് നിയമനമൊക്കെ വരുമ്പോഴേക്കും ഇതിന്റെയൊക്കെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു 16,000 17,000 ഒക്കെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ SSC CGL 2 പ്രാവശ്യം ട്രാക്ക് ചെയ്ത ഒരാളാണ്. SSC CGL ഞാൻ ആദ്യം എഴുതിയപ്പോൾ എനിക്ക് ടാക്സ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് അത് പഠിക്കാതെ എഴുതിയതാണ്. അത് കഴിഞ്ഞ് വീണ്ടും പിന്നത്തെ വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതി. ഞാൻ വീണ്ടും പഠിച്ചു, ഒരു വർഷം നന്നായിട്ട് ഞാൻ പഠിച്ചെഴുതിയപ്പോൾ എനിക്ക് അത്യാവശ്യം എനിക്ക് നല്ല റാങ്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഓൾ കേരള ലെവലിൽ എന്റെ റാങ്ക് 2 ആയിരുന്നു. എനിക്ക് അതിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റാണ് എനിക്ക് കിട്ടിയത്. ഈ പറഞ്ഞത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 12-13 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഒഴിവുകൾ ഇത്രയും ഉണ്ടായിരുന്നില്ല, വളരെ കുറവായിരുന്നു. കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇതിലേക്ക് കയറി വരാന്ന് പറയുമ്പോൾ വളരെ വളരെ റയർ ആയിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെയല്ല, മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ്. എന്താണ് SSC CGL കുറിച്ചൊക്കെ ധാരണ ഇന്ന് കുട്ടികൾക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല ഒഴിവുകളാണ് വരുന്നത്. 13,000 ഒഴിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കയറി പറ്റാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എന്താണ് എക്സാം വരുന്നത്, ആ ഡീറ്റെയിൽസ് ആണ് ഇതിൽ പറയുന്നത്. 2 രീതിയിൽ എക്സാം വരുന്നുണ്ട്. Tier 1 വരുന്നുണ്ട്, അതേപോലെ Tier 2 എക്സാമും നമുക്ക് വരുന്നുണ്ട്. ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് പേഴ്സണൽ ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ജോലിയിലേക്ക് പോകും. അപ്പൊ എത്ര ടൈം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം ഒരു 1.5 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ജോലിയിലേക്ക് നിങ്ങൾ കയറി ചെല്ലുകയാണ്. ഇതെന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. കാരണം നിങ്ങൾ ഒരു PSC എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം കോൾ ഫോർ ചെയ്ത് പല സ്റ്റേജസിലുള്ള എക്സാംസ് ഒക്കെ എഴുതി അത് കഴിഞ്ഞ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പേര് വന്ന് ചിലപ്പോൾ നിങ്ങളുടെ പേര് ഏറ്റവും അവസാനമാണ് നിൽക്കുന്നതെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഡേറ്റിൽ നിന്ന് ഒരു 5 കൊല്ലമൊക്കെ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നിയമനം വരിക. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ നിർത്തി തന്നെ പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ് എന്ന് പറയുമ്പോൾ എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് നടത്തുന്നതാണ്. എല്ലാ വർഷവും നടത്തുന്നതായിട്ടുള്ള ഒരു എക്സാം ആണ്. ഒരുപാട് ഒഴിവുകൾ ഇതിൽ വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പലർക്കും ആഗ്രഹമുള്ള ഒരു ഇതാണ്. എൻഫോഴ്സ്മെന്റ് ഓഫീസർ, അല്ലെങ്കിൽ എന്താണ് കസ്റ്റംസ് പ്രിവെന്റീവ് ഓഫീസർ, അല്ലെങ്കിൽ എന്താ CBI പല ആൾക്കാരും എന്നോട് ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു സ്റ്റുഡന്റ് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. ആ കുട്ടി MSc ക്രിമിനോളജി ആണ് പഠിച്ചത്. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞു ആ കുട്ടിക്ക് CBI ഒരുപക്ഷെ ഈ ഗ്രൂപ്പിൽ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, CBI ജോയിൻ ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. ആ കുട്ടി പഠിച്ചത് അത് തന്നെയാണ്, അതിലേക്ക് വരാനായിട്ട് കുട്ടിക്ക് താല്പര്യമുണ്ട്. അപ്പൊ പാഷൻ അവിടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് ഒഴിവുകൾ, നമുക്ക് ഡിഗ്രി യോഗ്യതയായിട്ടുള്ള ഒഴിവുകളാണ് എന്തിനു വരുന്നത്, SSC CGL വരുന്നതാണ് അല്ലെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 30-32 വയസ്സ് വരെ നമുക്ക് ഒരു ജനറൽ കാറ്റഗറിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ടെന്റേറ്റീവ് ഒഴിവാണ് പറഞ്ഞിരിക്കുന്നത് 12,256 എന്ന് പറഞ്ഞിരിക്കുന്നത്. പേ സ്കെയിൽ വരുന്നത് നോക്കൂ, ഇതൊക്കെ ബേസിക് പേ ആണ് കേട്ടോ. ബേസിക് പേ എന്ന് പറഞ്ഞാൽ ബേസിക് പേയുടെ കൂടെ തന്നെ നമുക്ക് DA XRA വേറെ സ്പെഷ്യൽ അലവൻസുകളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഏറ്റവും മിനിമം നമുക്കൊരു 40,000-45,000 രൂപയ്ക്ക് നമുക്ക് ഏറ്റവും മിനിമം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും എന്നുള്ളതാണ് അല്ലെ. ഇതാണ് അതിന്റെ ഒരു പേ ലെവൽ വരുന്നത്. Tier 1 Tier 2 വരുന്നത്. പിന്നെ ഒരു പിന്നെ എന്താ, നമുക്ക് നമ്മുടെ സ്പീഡ് ടെസ്റ്റ് ചില എക്സാംസിനൊക്കെ വരുന്നത് അല്ലെ. നമ്മുടെ കമ്പ്യൂട്ടർ സ്പീഡ് എത്രയാണെന്നൊക്കെ അളക്കാനുള്ള ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുന്നതാണ്. ഇനി ചില കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ എക്സാം ഉണ്ടെന്നൊക്കെ അറിയാം, ഇത് എവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നത് പറയും. എല്ലാ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. SSCയുടെ ഒരു സൈറ്റ് ഉണ്ടെന്നതാണ് അല്ലെ. ssc.gov.in എന്നാണ് ആ സൈറ്റിന്റെ പേര്. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ssc.gov.in എന്നുള്ള സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ അവിടെ നടത്തണം. അതായത് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 1 ടൈം നിങ്ങളുടെ ബേസിക് ആയിട്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഇതിൽ ചോദിക്കുക. ഇതൊക്കെ നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഓരോ എക്സാം കോൾ ഫോർ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഗവൺമെന്റ് എക്സാമിലേക്ക് വരണേക്കാൾ മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ട് ഒരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ അപ്പൊ ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള ആൾക്കാർക്കുള്ള എക്സാം ആണ് CGL എങ്കിൽ നമുക്ക് +2 ലെവൽ യോഗ്യതയുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് +2 മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു 20-21 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. നമുക്ക് മിനിമം ഏജ് ലിമിറ്റ് പറയുന്നത് എത്രയാ, 18 വയസ്സാണ്. ഒരു 17-18 വയസ്സിൽ തന്നെ നമ്മളെല്ലാവരും +2 എത്തി എന്നുള്ളതാണ്. ഇതിന് മേലെ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഇല്ല എങ്കിൽ
നിങ്ങൾ ആ 18ാമത്തെ വയസ്സ് തൊട്ട് നിങ്ങളൊന്ന് CHSന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കും. ഒരു 2 കൊല്ലം 3 കൊല്ലം ആകുമ്പോഴേക്കും നിങ്ങൾ എന്താണ് ജോലിയിലേക്ക് കയറാണ്. 21 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ എന്തായി, നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ജോബ് നമുക്ക് കിട്ടി. ആ സമയത്ത് നമ്മുടെ കൂട്ടുകാരെ അവിടെ ഡിഗ്രി ഒക്കെ നമുക്ക് പഠിച്ച് അവിടെ വരുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. 27 വയസ്സായാലും പ്രശ്നമില്ല, 32 വയസ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റാവുന്നതാണ്. സാരംഗിനോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. 32 വയസ്സ് വരെ നമുക്ക് JSO പോസ്റ്റ് ഒക്കെ നമുക്ക് 32 വയസ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് ചില യോഗ്യതകൾ, ഞാൻ ഇതിന്റെ ഒരു സത്യാവസ്ഥ പറഞ്ഞുതരാം. ഇതിന്റെ ഏറ്റവും ക്രീം ആയിട്ടുള്ള ജോബ്സ് SSC CGL ആണ് പറയുന്നത് കേട്ടോ. SSC CGL ഏറ്റവും ക്രീം ആയിട്ടുള്ള ജോബ്സ് ഒക്കെ 27 വയസ്സ്, ഒരു ഏകദേശം ഒരു 40-45% അല്ലെങ്കിൽ 50% ജോബ്സ് എന്ന് പറയുന്നത് 27 വയസ്സ് വരെയാണ് അവരെ അപ്പർ ലിമിറ്റ് അവർ പറയണത് എന്നുള്ളതാണ്. പിന്നെ വരുന്ന ഒരു 40% ജോബ്സ് എന്ന് പറയുന്നത് 30 വയസ്സ് വരെ നമുക്ക് എഴുതുന്നതാണ്. അപ്പൊ സാരംഗിന് 27 വയസ്സ് കഴിഞ്ഞുവെങ്കിൽ 27നും 30നും ഇടയിലുള്ള ആ ജോബിലേക്ക് സാരംഗിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സാരംഗ് SSC CGL അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ പോസ്റ്റിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇപ്പൊ സാരംഗിന് ഇപ്പോ ഇൻകം ടാക്സ് കിട്ടണമെന്നാണ് ആഗ്രഹമെങ്കിൽ അത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. CBI കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സെക്കൻഡ് പ്രിഫറൻസ് കൊടുക്കാം. അപ്പൊ അങ്ങനെ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ 27 കഴിഞ്ഞിട്ട് വരുന്ന ആ 30 വയസ്സിന് ഇടയിലുള്ള ഏതൊക്കെ ജോബ്സ് ആണോ ഉള്ളത് വെച്ചാൽ ആ ജോബുകൾക്ക് സാരംഗിന് ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. 27 വയസ്സിന് താഴെയുള്ള സാരംഗിന് എന്തായാലും എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ടെസ്റ്റ് എന്തായാലും എഴുതാം, ബാക്കി ജോബ്സിന് വേണ്ടി നമുക്ക് നോക്കാവുന്നതാണ്. ഇനി നമ്മള് ഈ CHSL അല്ലെങ്കിൽ MTS എന്നൊക്കെ പറഞ്ഞ് നമ്മൾ താഴേക്ക് വരും തോറും അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏജ് ലിമിറ്റ് കുറഞ്ഞു വരുന്നതാണ്. 30 വയസ്സാണ് ഡിഗ്രി ലെവൽ എക്സാമിന്റെ ജോബ് എന്ന് പറയുന്നെങ്കിൽ നമുക്ക് CHSL എന്നൊക്കെ പറയുമ്പോൾ താഴെ വരുന്ന എന്ന് പറയുന്നത് 27 അതിന്റെ ഒരു ഏജ് ലിമിറ്റ് ആയിട്ട് വരേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നോക്കൂ, 18 മുതൽ 27 വരെ. പിന്നെ അത് മാത്രമല്ല CGL ഉള്ള അത്രയും ഒഴിവുകൾ CHSL സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല, എണ്ണം കുറവായിരിക്കും. ഇപ്പൊ ഈ 6000 എന്ന് നോക്കിയിട്ട് കാര്യമില്ല, ഇതൊക്കെ ഇപ്പൊ വരുന്നിരിക്കുന്നതാണ്. നമ്മൾ കോൾ ഫോർ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും എന്തായാലും ഇതിൽ നിന്ന് ഒരു 20-25% ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു 7000 8000 ഒഴിവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഈ ഓരോന്നും നോക്കുമ്പോൾ 10000 ഒഴിവ്, 8000 ഒഴിവ്, 6000 ഒഴിവ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ ഈ പറയുന്ന എല്ലാ എക്സാംസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഈ പറയുന്നത് ഒരു 3-3.5 ലക്ഷം ഒഴിവ് എന്നുള്ള ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ CHSL യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. നമ്മൾ ഇതിന്റെ എക്സാം പാറ്റേൺ വരുന്നതും സെയിം എക്സാം പാറ്റേൺ തന്നെയാണ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് പഠിക്കുന്ന ആ 4 സബ്ജക്ട്സിന്റെയാണ് വരുന്നത്. ഇതിന് വരുന്ന സിലബസ് കുറച്ചും കൂടെ നമുക്ക് കടുപ്പം കുറവായിരിക്കും മാത്രമേ, ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ കടുപ്പം കുറവായിരിക്കും. ലെവൽ 2 തൊട്ട് ലെവൽ 5 വരെയാണ് നമ്മുടെ ഇതിലെ പേയ്മെന്റ് ലെവൽ വരുന്നത് കേട്ടോ. ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂൺ ലെവൽ MTS ലെവലിൽ വരുന്നതാണ്. ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ CHSL വരുന്നതാണ്. ലെവൽ 5ന് മേലെ ലെവൽ 8 വരെയൊക്കെ വരുന്നത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്നതാണ്. ലെവൽ 10 എന്ന് പറയുന്നതാണ് നമ്മുടെ UPSC സിവിൽ സർവീസിന് വരുന്നത്. UPSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 1,30,000 രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഇന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നു കേട്ടോ. ഈ എന്താ പറയാ, നമ്മുടെ ഇത് മാറണേ ഉള്ളൂ, 8th പേ കമ്മീഷൻ വരുള്ളൂ. സ്വാഭാവികമായിട്ടും നല്ലൊരു ഇൻക്രീസ് തന്നെ നമുക്ക് അതിന് പ്രതീക്ഷിക്കാമെന്നതാണ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്ന വേറെ എക്സാം ആണ് SSC MTS ആൻഡ് ഹവൽദാർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വേറെ അഡ്വാൻറ്റേജ് കൂടി പറഞ്ഞുതരാം. ഇപ്പൊ ഡിഗ്രി നമ്മുടെ ഈ PSC എക്സാം എഴുതുന്ന ഒരാളാണെങ്കിൽ ഒരു 7ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു എക്സാം നിങ്ങൾ ഡിഗ്രിക്കാരനായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? നിങ്ങൾ ഒരു PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്, 7ാം ക്ലാസ് യോഗ്യതയുള്ള ഈ പറഞ്ഞ പോലെ ഒരു പ്യൂൺ എന്ന് വിചാരിക്കുക, ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് എന്ന് വിചാരിക്കുക. ആ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെന്ന് വിചാരിക്കുക, എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. കാരണം എന്താ, നിങ്ങൾ ഉയർന്ന യോഗ്യത ഉള്ള ഒരാളാണ്. PSC എക്സാമിന് നമുക്ക് അങ്ങനെ പെർമിഷൻ ഇല്ല. പക്ഷേ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് അങ്ങനെ പ്രശ്നം വരുന്നില്ല. എത്ര ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിലും താഴ്ന്ന യോഗ്യതയുള്ള എക്സാം നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എനിക്കൊരു ഡിഗ്രിയിൽ ഒരു എക്സാം കിട്ടാനുള്ള കഴിവില്ല, ഞാൻ വിചാരിക്കുകയാണ് ആദ്യം ഒരു പ്യൂണായിട്ട് വേണമെങ്കിൽ കയറാം, കാരണം എക്സാം വളരെ സിമ്പിൾ ആയിരിക്കുമല്ലോ, അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രൊമോഷൻ മേടിച്ച് പോവാം എന്നാണ് എനിക്ക് ചിന്തയെങ്കിൽ ഒരു നഷ്ടം വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് എഴുതാൻ പറ്റാവുന്ന എക്സാമാണ് SSC MTS എന്ന് പറയുന്ന എക്സാം എന്ന് പറയുന്നത് കേട്ടോ. MTS അതേപോലെ ഹവൽദാർ നമ്മൾ കേട്ടിട്ടുണ്ട്, അതിലെ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് വരുന്നതാണ്. ഇതിനും വരുന്ന ഒരു ഏകദേശം ഒരു വേക്കൻസീസോട് പറയുന്നുണ്ട് 8,000 ആണ്. ലെവൽ പറയുന്നുണ്ട് 18,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 30, 32, 33 രൂപയ്ക്ക് അടുത്ത് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ നമുക്ക് ശമ്പളം കിട്ടുന്നതാണ്. ടെസ്റ്റ് വളരെ സിമ്പിൾ ആണ്. മാത്രമല്ല MTSന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ലെവൽ എക്സാമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ SSC CGL CHSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Tier 2 2 ടയർ വരുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് പ്രിലിംസ് പാസ്സാവണം, മെയിൻസ് പാസ്സാവണം, ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെയൊന്നും വരുന്നില്ല. ഇവിടെ ഒറ്റ ലെവൽ എക്സാമേ വരുന്നുള്ളൂ. അത് പാസ്സായി നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ജോലിയിലേക്ക് കയറാണ്.
ഡിലേ വരുന്നില്ല എന്നുള്ളതാണ്. ഒട്ടും ഡിലേ സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിന് വരുന്നില്ല. ഉടനെ തന്നെ ലിസ്റ്റ് വരികയും വേഗം തന്നെ നമുക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടി നമ്മളവിടെ കയറി പോകണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പൊ നമ്മൾ MTS പഠിച്ചു, നമ്മൾ ഹവൽദാർ പഠിച്ചു, നമ്മൾ അതേപോലെ തന്നെ വരുന്നതായിട്ടുള്ള വേറൊരു ജോബാണ് SSC GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു എക്സാം ആണ്. മാത്രമല്ല SSCയുടെ കീഴിൽ വരുന്ന എക്സാംസിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്ന ഒരു എക്സാമാണ് SSC GD കോൺസ്റ്റബിൾ എന്ന് പറയുന്ന എക്സാം. പഠിച്ചു വെക്കുക കേട്ടോ. ഇതെന്താണ് നമ്മുടെ സാധാരണ ഇതിൽ നമ്മുടെ +2 യോഗ്യതയൊക്കെ ആയിട്ട് 10th യോഗ്യത വരുന്ന എക്സാം ആണ് SSC GD എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏജ് ലിമിറ്റ് നോക്കൂ, 18 മുതൽ 23 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു +2 ലെവൽ +2 ഒക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 17 വയസ്സ് തൊട്ടേ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. 23 വയസ്സ് എന്ന് പറയുമ്പോൾ 5-6 വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇതിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ പ്രഷറിലാണ് നിങ്ങൾ എഴുതുന്നത്. കാരണം എന്താ, ഓൾറെഡി നിങ്ങൾക്ക് 22-23 വയസ്സ് നിങ്ങൾക്ക് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ചാൻസ് ആണ്, ഇതിലേക്ക് കയറാനുള്ള സാധ്യത നിങ്ങളുടെ വളരെ കുറവാണ്. അത്യാവശ്യം നല്ല ഒഴിവുകൾ 25,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 40,000-ന് മേലെയൊക്കെ നമുക്ക് ഒഴിവുകൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് നികത്തപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇതിന്റെ സിലബസ് വരുന്നത് സെയിം തന്നെയാണ്. GK, മാത്സ്, ജനറൽ ഇന്റലിജൻസ് എന്നാണ് വരുന്നത്. പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് കായിക ക്ഷമത ടെസ്റ്റുകൾ അവിടെ ഉണ്ടായിരിക്കും. ഓട്ടം ചാട്ടം ഇതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഫിസിക്കൽ ഹൈറ്റും കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. അത്യാവശ്യം ഹൈറ്റും അതേപോലെ എന്താ പറയുക ഫിസിക്കലി നമ്മുടെ റണ്ണിങ് ഇത്ര ദൂരം ഇത്ര സമയത്തുള്ളിൽ അങ്ങനെ കുറച്ച് മെഷർമെന്റ്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് SSC CPO എന്ന് പറയുന്നത്. ഈ CPO എന്ന് പറയുന്നത് നമ്മുടെ കേരള PSCയിൽ കാണുന്ന CPO അല്ല. ഈ CPO എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സബ് ഇൻസ്പെക്ടർ, നമ്മുടെ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ വരുന്ന എക്സാം ആണ് നമ്മുടെ SSC CPO എന്ന് പറയുന്നത്. ഡിഗ്രി ലെവൽ യോഗ്യതയായിട്ട് വരുന്ന ഒരു എക്സാം ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് 20 മുതൽ 25 വയസ്സ് വരെയാണ്. അപ്പൊ ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, പല യോഗ്യതകൾ പല പോസ്റ്റുകൾക്കും വരുന്ന ഒരു കട്ട് ഓഫ് ലിമിറ്റ് എന്ന് പറയുന്നത് 25 വയസ്സ് 26 വയസ്സൊക്കെയാണ് വരണത് അല്ലെ. ഒരു 27 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ചാൻസസ് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. നമുക്കപ്പോ ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള എക്സാംസ് മാത്രമേ 27 വയസ്സ് കഴിഞ്ഞാൽ എഴുതാൻ പറ്റുള്ളൂ. +2 യോഗ്യതയുള്ള എക്സാമിനൊക്കെ നമുക്ക് 27 താഴെയുള്ള ഇതിലേക്ക് നമ്മൾ വരണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കും. ഇതും എല്ലാ വർഷവും വിളിക്കുന്നതാണ്. ഏകദേശം ഒരു 5,000-6,000 ഒഴിവുകളൊക്കെ നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. സെയിം സിലബസ് തന്നെയാണ് വരുന്നത്. പിന്നെ ആകെ നമുക്ക് കുറച്ച് ഫിസിക്കൽ മെഷേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. റണ്ണിങ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഷോർട്ട് പുട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട്, അതൊക്കെ സിമ്പിൾ ആണ്. ടെസ്റ്റ് പാസ് ആവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ കേരള PSC എക്സാമിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ ഈ എന്താ പറയുക SA ടെസ്റ്റിനോ അല്ലെങ്കിൽ CPOക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം കുറച്ച് ഫിസിക്കൽ മെഷർമെന്റ്സ് ഉണ്ട്. അതൊക്കെ പോലെ തന്നെ ഇതും സിമ്പിൾ ആയിട്ട് പാസ് ആവുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് വരുന്ന എക്സാം എന്ന് പറയുന്നത് SSCയുടെ കീഴിൽ വരുന്നതാണ് JE എന്ന് പറയുന്ന എക്സാം. അതായത് ഇത് നമ്മുടെ BTech കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ തസ്തിക. BTech എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ BTechകാർക്കും എഴുതാൻ പറ്റില്ല. മെയിൻ ആയിട്ട് അതില് 3 യോഗ്യതയാണ് പറയുന്നവര്: സിവിൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഈ ഇതിൽ നിന്ന് വരുന്നതായിട്ടുള്ള BTech യോഗ്യതയോ അല്ല എങ്കിൽ ഡിപ്ലോമയോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, BTechകാർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ ബ്രാഞ്ചുകളിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഒഴിവുകൾ വരുന്നുണ്ട്. ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് സെയിം സിലബസ് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്നിക്കൽ സബ്ജക്ട്, ടെക്നിക്കൽ നോളജ് അളക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഒരു പേപ്പറും കൂടി ഉണ്ടായിരിക്കും. അതും കൂടി നിങ്ങൾ ക്ലിയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്ന ജനറൽ ഇന്റലിജൻസും നമ്മുടെ ജനറൽ അവയർനെസ് ഒക്കെ എന്ന് പറയുന്നത് സെയിം തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കും കേട്ടോ. അപ്പൊ ഇത് നമുക്ക് എഴുതാൻ പറ്റുന്നതല്ല. നിങ്ങൾ ഒരു BTechകാരനാണ്, ഈ ഒരു മേഖലയിൽ 3 മേഖലയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇനി SSCയുടെ കീഴിൽ വരുന്ന വേറൊരു പ്രസ്റ്റീജിയസ് ജോബാണ് SSC സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊന്നും പ്രൊഫഷണലി നമ്മൾ സ്റ്റെനോഗ്രാഫർ ആയിരിക്കില്ല. പക്ഷെ എങ്കിലും ചില ആൾക്കാർ കേട്ടിട്ടില്ലേ, +2 പഠിച്ചതിന് ശേഷം അവർ സ്റ്റെനോഗ്രഫിയുടെ കോഴ്സ് നിസ്സാരമായിട്ട് പഠിക്കാവുന്ന ഒരു കോഴ്സാണ്. അങ്ങനത്തെ ഒരുപാട് സ്റ്റുഡൻസ് എന്റെ കീഴിലുണ്ട്. അപ്പൊ അവർ പറയും ഈ ഡിഗ്രി ലെവലൊക്കെ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം, അറ്റ്ലീസ്റ്റ് സ്റ്റെനോഗ്രഫി ഒക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം ജോലിയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സ്റ്റെനോഗ്രഫി പഠിക്കും അവർ. +2 കഴിഞ്ഞതിന് ശേഷമൊക്കെ പഠിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ സ്റ്റെനോഗ്രഫി കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ +2 യോഗ്യത വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്ന ഒരു എക്സാം ആണ് നിങ്ങൾക്ക് SSC സ്റ്റെനോഗ്രാഫർ. അതിൽ ഗ്രൂപ്പ് സിയും വരുന്നുണ്ട്, ഗ്രൂപ്പ് ഡിയും വരുന്നുണ്ട്. ഗ്രേഡ് സിക്ക് 18 മുതൽ 30 വരെ, ഗ്രേഡ് ഡിക്ക്
18 മുതൽ 27 വയസ്സ് വരെയാണ് ഇതിന്റെ യോഗ്യത വരുന്നത്. അപ്പൊ എന്താണ് പഠിക്കേണ്ടത്? നമ്മള് +2 യോഗ്യത ഉണ്ടാവണം. +2 യോഗ്യതയുടെ ഒപ്പം നിങ്ങൾ സ്റ്റെനോഗ്രാഫി കോഴ്സുകൾ പഠിക്കണം എന്നുള്ളതാണ്. സാലറി നോക്കൂ, നിങ്ങൾക്ക് പേ സ്കെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സാലറി വരുന്നു അല്ലേ? ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള എമൗണ്ട് ആണ്. ഇതിൽ കൂടുതൽ നമുക്ക് വരുന്നതാണ്. സെയിം സിലബസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു എക്സ്ട്രാ കാര്യം വരുന്നുണ്ട്, സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ നമുക്ക് സ്റ്റെനോഗ്രഫി സ്കില്ല് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഡിക്റ്റേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷന്റെ ഒക്കെ ഒരു സ്പീഡ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമുക്ക് തെളിയിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. ക്ലിയർ ആണ്? അതേപോലെ SSCയുടെ കീഴിൽ വരുന്ന വേറൊന്നാണ് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്, SSC JHT എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ യോഗ്യതയും പറയുന്നുണ്ട്. യോഗ്യതയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പുതിയ ക്വാളിഫിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് വിത്ത് അതർ ലാംഗ്വേജ് ആസ് എ കമ്പൽസറി സബ്ജക്ട് എന്ന് പറയുന്നത് അല്ലേ? മാസ്റ്റേഴ്സ് ഇൻ എനി സബ്ജക്ട് വിത്ത് ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആസ് ദ മീഡിയം പ്ലസ് എ ട്രാൻസ്ലേഷൻ ഡിപ്ലോമ ഓർ എക്സ്പീരിയൻസ്. ഈ ഒരു യോഗ്യത ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതും എല്ലാ വർഷവും വരുന്ന ജോബ് തന്നെയാണ്. ഇതിലും എന്താ പേപ്പർ 1 ഒരു പേപ്പർ മാത്രമേ വരുന്നുള്ളൂ. പേപ്പർ 2 വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ് വരുന്നത്. നമ്മൾ ഇത്രയും നേരം നമ്മൾ പഠിച്ച നമ്മുടെ ഈ ടെസ്റ്റുകളിലൊക്കെ എന്താണ് പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും അതൊക്കെ വരുന്നത് എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റീവ് ലെവലിലാണ് വരുന്നത്. ഇവിടെ പേപ്പർ 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ നടത്തുന്നത് എന്നുള്ള ഒരു അറിവാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് SSC JHT എന്ന് പറയുന്നത് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് ഒഴിവിൽ വരുന്നത്. അത്യാവശ്യം പേ ലെവൽ നോക്കൂ, 6 ആണ്. പേ ലെവൽ കൂടുന്തോറും നമ്മുടെ സാലറി കൂടി കൂടി വരും അല്ലേ? 1 എന്ന് പറയുന്നത് MTS ആണ്. 2 മുതൽ ഒരു 5 വരെയൊക്കെ എന്താണ് ഡിഗ്രിയിലെ ഒരു +2 ലെവലാണ്. 6ന് മുകളിലേക്ക് എന്താ പറയുന്നത് ഡിഗ്രി ലെവൽ വരണം. ഒരു ഡിഗ്രി ലെവലിലേക്ക് ഒരു പേ സ്കെയിലാണ് ഇവിടെ വരണേ. അത്യാവശ്യം നല്ല സ്കെയില് വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതിനൊപ്പം തന്നെ SSCയുടെ വേറൊരു ടെസ്റ്റ് ആണ് SSC സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ മേഖലയിൽ ഒന്നും പെടാത്തതായിട്ടുള്ള ഒറ്റയ്ക്കും തട്ടിക്കുള്ള നമുക്ക് ചില ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മളൊരു എന്താണ് ഈ ഫ്ലോറൽ മേക്കിംഗ് അല്ലെങ്കിൽ എന്താണ് ഈ ആർട്ട് വർക്ക്, ഇതിലൊക്കെ നമുക്ക് ഡിപ്ലോമയോ അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒക്കെ നമ്മൾ പാസ്സായിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ജോബുകൾ എല്ലാത്തിനും കൂടി ഒരുമിച്ചിട്ടാണ് ഈ SSC സെലക്ഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞതിന്റെ കീഴിൽ വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത് എല്ലാവർക്കും അത് എഴുതാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഒരു 50 60 ജോലികൾ ഇതിന്റെ ഉള്ളിലുണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മുടെ യോഗ്യത എന്താണോ ആ ജോലിയിലേക്ക് മാത്രം നമ്മളോട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് SSC സെലക്ഷൻ പോസ്റ്റ്. അപ്പൊ ജനറൽ ആയിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ ഒരു ഡിപ്ലോമയോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സോ പാസ് ആയിട്ടുണ്ടെങ്കിൽ ആ ജോബ് മാത്രമേ എനിക്ക് എഴുതാമെന്നുള്ളതാണ്. ഇനി ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഈ SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എത്ര പൈസ ചെലവാകും എന്ന് ചോദിക്കും. നോർമൽ കേസിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് സൗജന്യമാണ്. 1 രൂപ പോലും ചെലവില്ലാതെ SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ആൺകുട്ടികളാണെങ്കിൽ 100 രൂപയാണ് SSC എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന ഒരു ചെലവ് എന്ന് പറയുന്നത്. ഇനി SSC സെലക്ഷൻ പോസ്റ്റിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. SSC സെലക്ഷൻ പോസ്റ്റിൽ ഒരു 60ഓളം പോസ്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൽ 4 പോസ്റ്റുകൾ എന്റെ യോഗ്യത അനുസരിച്ച് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഈ 4 പോസ്റ്റിലേക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. 100 രൂപ 100 രൂപ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ 4ലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഈ ഒരു പോസ്റ്റിന് മാത്രമാണ് അങ്ങനെ സെപ്പറേറ്റ് ഓരോ പോസ്റ്റിലേക്കും എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നത്. അത് ആൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ബാക്കിയുള്ളവർക്ക് പ്രശ്നം വരുന്നില്ല. മറ്റു പോസ്റ്റുകൾക്കൊക്കെ എന്താണ് മൊത്തമായിട്ട് നമ്മൾ ആകെ നമ്മളൊരു SSC CGL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 100 രൂപ കൊടുത്താൽ മതി. അല്ലെങ്കിൽ CHS അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ SSC എന്ന് പറയുന്ന എക്സാംസിന്റെ താഴെ വരുന്ന എക്സാംസ് എന്ന് പറയുന്നത്. വേറൊരു എക്സാം കൂടെ വരുന്നുണ്ട്, അത് കൂടെ ഞാൻ പറഞ്ഞുതരാം. JSO എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോസ്റ്റാണ്. 32 വയസ്സ് യോഗ്യത വരുന്ന ഒരു പോസ്റ്റാണ്. സാധാരണഗതിയിലുള്ള പോസ്റ്റുകളൊക്കെ 30 വയസ്സിൽ തന്നെ അവസാനിക്കും. പക്ഷെ ഈ JSO എന്ന് പറഞ്ഞ പോസ്റ്റിന് മാത്രമാണ് 32 വയസ്സ് വരുന്നത്. അപ്പൊ നമുക്കറിയാം ഇതുവരെ നമ്മൾ ചെയ്ത നമ്മുടെ യോഗ്യതയുള്ള മറ്റു പോസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ജോബാണ്. JSO എന്ന് പറഞ്ഞ ഒരു ജോബ് മാത്രം ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതല്ല, കുറച്ച് നമ്മൾ എന്താണ് ഔട്ട്സൈഡ് സൈറ്റ് വിസിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ജോബാണ്. എന്റെ ഒരു സ്റ്റുഡന്റ് ഇതേപോലെ തന്നെ 2 വർഷം മുമ്പ് ആള് JSO പോസ്റ്റിൽ കിട്ടിയവർക്ക് വീടിന്റെ ഏകദേശം ഒരു 7-8 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ആൾക്കാർ ഓഫീസിൽ കിട്ടിയത്. സുഖമായിട്ട് ആള് പോയി വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നല്ലൊരു പോസ്റ്റാണ്. പുറത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ ആ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരിക്കൽ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇരിഞ്ഞാലക്കുട ആളുടെ ഔദ്യോഗികമായിട്ട് ഒരു കാര്യത്തിന് വന്നപ്പോൾ ആള് ജസ്റ്റ് എന്റെ ഓഫീസിൽ കയറി എന്നോട് കുറച്ചു നേരം സംസാരിച്ചു ചെയ്തു. ഞാൻ പറഞ്ഞു, നീ ഇപ്പൊ വർക്ക് ടൈമിലല്ലേ, നിങ്ങൾക്ക് പോകട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞല്ല, അത് കുഴപ്പമില്ല, അത് അവിടെ നടന്നോളൂ, ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പോയാൽ മതി എന്ന് പറഞ്ഞ് വളരെ കാമായിട്ട് വളരെ എന്താ പറയാ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു പോസ്റ്റിലേക്ക് എത്തിയതാണ്. അപ്പൊ അത് വേറെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഏജ് ലിമിറ്റ് കഴിയാറായി. എനിക്ക് തോന്നുന്നു 30 വയസ്സൊക്കെ അവർ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പൊ അവരങ്ങനെ കറക്റ്റ് ആയിട്ട് അവന് ഈ ജോബ് അവന് 30-31 വയസ്സിലാണ് ഈ ജോബ്
കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ 32 വയസ്സ് വരെയുള്ള, നേരത്തെ സാരൊക്കെ ഡൗട്ട് ചോദിച്ച പോലെ 27 വയസ്സ് കഴിഞ്ഞേക്ക് എന്ത് എഴുതാൻ പറ്റും എന്ന് ചോദിച്ച പോലെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു നല്ലൊരു എക്സാം ആണ് ഈ SSC JSO എന്ന് പറയുന്നത്. അതിന് പറയുന്നത് ഗ്രാജുവേഷൻ സബ്ജക്ട് വിത്ത് 60% മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് അറ്റ് ക്ലാസ് 12. 12ാം ക്ലാസ്സിൽ നിങ്ങൾ മാത്സ് എടുത്തിരിക്കണമെന്ന് നിർബന്ധമാണ്. 60% മാർക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടാകണം എന്ന് മാത്രമേ വരുന്നുള്ളൂ. ഇതൊക്കെ നോർമലി ഉണ്ടാവുന്നതാണ്. 18, 32. ഇതിന് ഈ പറഞ്ഞ പോലെ tier 1 എക്സാം ഉണ്ട്, tier 2 എക്സാം നമുക്ക് വരുന്നുണ്ട്. പിന്നെ എന്താണ് നേച്ചർ ഓഫ് വർക്ക് പറയുന്നുണ്ട്, ഡാറ്റ കളക്ഷൻ, സ്റ്റാറ്റിസ്റ്റിക് അനാലിസിസ്, സർവേ റിപ്പോർട്ടിംഗ്. അപ്പൊ നമുക്കറിയാം എന്തായാലും നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ ജോലി ചെയ്യേണ്ട കാര്യമാണ്, നമുക്ക് ഇതിൽ നമുക്ക് മനസ്സിലായത്. ക്ലിയർ ആണ്. അതേപോലെ തന്നെ നമുക്ക് വരുന്ന സെൻട്രൽ ഗവൺമെന്റ് എക്സാം. ഇത്രയാണ് നമുക്ക് SSC എന്ന് പറയുന്ന എക്സാമിലേക്ക് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചോളൂ. നമ്മൾ അടുത്ത ലെവൽ ഓഫ് എക്സാം ഇതിൽ നമുക്ക് പോവാം. ഇല്ല, അത് നമ്മൾ ഇടയ്ക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. എല്ലാത്തിനും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാ വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറക്കണ പോലെ ചെയ്യുന്നത്, ഞാൻ SSCയുടെ സൈറ്റ് നോക്കിയിരുന്നു. SSC.nic.in ആയിരുന്നു അന്ന് സൈറ്റിന്റെ പേര്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ റെഗുലർ ആയിട്ട് ഒരേ ടൈമിൽ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് നമ്മളത് നോക്കുക എന്നുള്ളതാണ് കേട്ടോ. ഏത് ടൈമിലാണ് വരുന്നത് നമ്മൾ നോക്കുക. ക്ലിയർ ആണ്. ഇത്രയാണ് നമുക്ക് CGL എക്സാം. CGL എക്സാമിനെ കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്, ഡിഗ്രി യോഗ്യതയായിട്ട് വരുന്ന ആൾക്കാർക്ക് എഴുതാൻ പറ്റാവുന്ന. CGL കുറിച്ച് വേറെ സെപ്പറേറ്റ് എന്തെങ്കിലും അറിയണമെന്നുണ്ട്? എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചോളൂ. ഡിഗ്രി യോഗ്യതയായിട്ട് വരുന്ന 32 വയസ്സ് വരെ വരുന്ന ആൾക്കാർക്ക് എഴുതാൻ പറ്റാവുന്ന ഒരു എക്സാം തന്നെയാണ് CGL എന്ന് പറയുന്നത്. അതിന് 4 പാർട്സ് ആണ് വരുന്നത്, 4 സബ്ജക്ട്സ് വരുന്നുണ്ട്. നമുക്കത് 2 tier ആണ് വരുന്നത്. tier 1 വരുന്നുണ്ട്, tier 2 വരുന്നുണ്ട്. രണ്ടിലും പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. പേഴ്സണൽ ഇന്റർവ്യൂ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ജോലിയിലേക്ക് നമ്മൾ കയറാണ്. പിന്നെ അതിൽ തന്നെ ഒരുപാട് ഒഴിവുകൾ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് അതിന്റെ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി. CGLന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കും അല്ലെ? നോട്ടിഫിക്കേഷൻ കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ഈ 2026 CGL എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ കാണാത്തവരാരെങ്കിലും ഉണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു കാര്യം ചെയ്യുക, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം CGLന്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് എടുത്ത് നോക്കുക. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ പോസ്റ്റുകളാണ് വരുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത്രേ വരുന്നുള്ളൂ. ഡിഗ്രി ലെവലിൽ നമുക്ക് യോഗ്യത ഉണ്ടോ, നമുക്ക് എഴുതാൻ പറ്റാവുന്ന എക്സാം ആണ്. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, എത്ര നാൾ കൊണ്ടൊക്കെ ഇത് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സിലബസ് എത്ര വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസത്തെ സിലബസ് കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റാവുന്ന ഒരു എക്സാം തന്നെയാണ് നമുക്ക് CGL എക്സാം എന്ന് പറയുന്നത്. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു PSC എക്സാം പോലെയൊന്നും നമുക്ക് അത്രയും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഒരു 6 months കൊണ്ട് നമുക്ക് പഠിക്കാം. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഇതിന്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള സ്ഥിതി ഞാൻ പറഞ്ഞുതരാം. 6 മാസം കൊണ്ട് നമ്മുടെ സിലബസ് പഠിച്ചു കഴിയുമെങ്കിൽ പോലും 6 മാസം കൊണ്ട് ജോലി കിട്ടുമെന്നൊന്നും ഒരാളും പ്രതീക്ഷിക്കരുത്. ഞാൻ എപ്പോഴും ഏറ്റവും വേഴ്സ്റ്റ് സിലബസ് ഒരു സിനാരിയോ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. കാരണം കിട്ടിയ വളരെ നല്ലത്. പക്ഷെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം, ഒരു 1.5 വർഷമെങ്കിലും ഞാൻ ഇതിന്റെ പിന്നാലെ ഞാൻ ഇരിക്കണം. ഊണും ഉറക്കവും ഇല്ലാതെ നമ്മൾ പറയണ പോലെ, ആലങ്കാരികമായിട്ട് പറയണ പോലെ കാലത്തൊട്ട് വൈകിട്ട് വരെ ഇതിനു വേണ്ടി തന്നെ, അതായത് വേറെ ജോലിക്ക് ചെയ്തുകൊണ്ട് വൈകിട്ട് 1-2 മണിക്കൂർ പഠിച്ചുകൊണ്ടൊന്നും നമുക്ക് CGL എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സത്യം ആദ്യമേ മനസ്സിലാക്കി വെക്കാം. അത് നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടോ നിങ്ങളുടെ എഫേർട്ട് ഇടാത്തത് കൊണ്ടോ അല്ല. അപ്പുറത്ത് ഇതിനു വേണ്ടി കാലത്തോട്ട് വൈകിട്ട് വരെ ഇരുന്ന് പഠിക്കുന്ന 4 വർഷമായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. നാഷണൽ ലെവൽ എക്സാം ആണ്. അവരെ കോമ്പീറ്റ് ചെയ്ത് വേണ്ടേ നിങ്ങൾക്ക് കയറി പോകാനായിട്ട്? അതുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. ക്ലിയർ ആണ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് വേറെ വരുന്ന സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം. പിന്നെ വരുന്ന എക്സാംസ് ആണ് നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എക്സാം. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ. ഇതും ഫിസിക്കലായിട്ട് നമുക്ക് വേണ്ട ഒരു എക്സാം തന്നെയാണ്. നമ്മൾ +2 പാസ് മതി എന്നുള്ളതാണ്. +2 പാസ് ആയിട്ടുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്നതാണ്. 18 to 25 വരെയാണ് വരുന്നത്. സിലബസ് എന്ന് പറയുന്നത് സെയിം സിലബസ് തന്നെയാണ് വരുന്നത്. പ്രത്യേകമായിട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കും ഒരു യൂണിഫോം പോസ്റ്റ് വേണമെന്ന്, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബാണ്, എനിക്ക് അത് വേണം. ഡൽഹി പോലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബാണ്. അല്ലെങ്കിൽ ഡൽഹി പോലീസിൽ SI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബാണ്, നല്ലൊരു ജോബാണ്. കുറെ ആൾക്കാർ അതിനു വേണ്ടി തന്നെ ഇരുന്ന് പഠിച്ച് എഴുതുന്ന ആൾക്കാർ നമുക്ക് കാണാവുന്നതാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്, ജസ്റ്റ് നോക്കുക. പിന്നെ ഡൽഹി പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ പോലെ തന്നെ വരുന്നതാണ് ഹെഡ് കോൺസ്റ്റബിൾ. അതിലെങ്ങനെ തന്നെയാണ് +2 പാസ് പ്ലസ് ഇംഗ്ലീഷിന്റെ ടൈപ്പിംഗ് സ്പീഡ് വേണം. അപ്പൊ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളൊരു SSC CGL എഴുതുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് കൊണ്ട് നിങ്ങളൊന്ന് ഇമ്പ്രൂവ് ചെയ്യാം. അധികം നേരം സ്പെൻഡ് ചെയ്യണമെന്നല്ല ഞാൻ പറയണേ. ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ബുദ്ധിമുട്ട് വരില്ല. നമുക്ക് ഓൺലൈൻ തന്നെ നമുക്ക് ഓരോ ഇതുകൾ കിട്ടും നമുക്ക് അല്ലെ. നമ്മുടെ സ്പീഡ് ഡെവലപ്പ് ചെയ്യാനുള്ള ആപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതിൽ ടൈപ്പ് ചെയ്ത് പതുക്കെ നമുക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. പക്ഷെ പ്രൈമറി നമ്മുടെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ ഏതിലേക്ക് കൊടുക്കണം, നമ്മൾ ഈ പറഞ്ഞ എക്സാംസിലേക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ളത് അല്ലെ. ഹെഡ് കോൺസ്റ്റബിൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ
വേറെ ഹെഡ് കോൺസ്റ്റബിൾ AWDPO ഹെഡ് കോൺസ്റ്റബിൾ. പിന്നെ വരുന്നതാണ്, പിന്നെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വേറെ ജോബ് വരുന്നതാണ് IBACIO എന്ന് പറയുന്നത്, ഇന്റലിജൻസ് ബ്യൂറോയിൽ ഉദ്യോഗസ്ഥൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സാം വരുന്നതാണ്. അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ആണ്, ഇന്റലിജൻസ് ബ്യൂറോയിൽ വരുന്നതാണ്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാം ആണ്. ഇതും എല്ലാ വർഷവും നടത്തുന്ന ഒരു എക്സാം തന്നെയാണ്. ഇതിനു വേണ്ടി തന്നെ എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിലും ഏജ് ലിമിറ്റ് വരുന്നതാണ്, ഡിഗ്രിയാണ് വരുന്നത്, 18 മുതൽ 27 വയസ്സാണ് വരുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കൂ, നമ്മുടെ പേ ലെവൽ വരുന്നത് എത്രയാണ്? പേ ലെവൽ വരുന്നത് 7 ആണ് വരുന്നത്. ഹൈലി പേയിങ് ആയിട്ടുള്ള ഒരു ജോബാണ്. 7 പേ ലെവൽ 7, 8 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പേയ്മെന്റ് ഉള്ള ജോബാണ്. ഇതൊക്കെ വരുന്നത് ബേസിക് എമൗണ്ട് ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെയൊക്കെ ഒരു 150% ആയിരിക്കും നമുക്ക് കയ്യിൽ കിട്ടുന്ന സാലറി എന്നുള്ളത് ഒരു അപ്രോക്സിമേറ്റ്ലി നമ്മളൊന്ന് കണക്കാക്കി വെക്കണം കേട്ടോ. ഇതിന് എന്താ പറയുന്നത്, ഒബ്ജക്റ്റീവ് എങ്ങനെയാ വരുന്നത്, എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതേപോലെ ടിയർ 2-ലൊക്കെ ഡിസ്ക്രിപ്റ്റീവ് വരുന്നുള്ളതാണ്. 50 മാർക്കിന്റെ essay കോംപ്രഹെൻഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂ വരുന്നു. ഒരു ഡിഗ്രി ലെവൽ യോഗ്യതയായിട്ട് വരുന്ന എല്ലാ എക്സാമിലും നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം? പേഴ്സണൽ ഇന്റർവ്യൂ ഉറപ്പായിട്ട് ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ IB-യിൽ നമ്മുടെ വരുന്ന വേറൊരു ഇതാണ്, ACIO പോലെ തന്നെ വരുന്നതാണ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ MTS എന്ന് പറയുന്നത്. SSC-യിലെ MTS പോലെ തന്നെ വരുന്ന ഒരു ജോബാണ് IB-യിലെ MTS എന്ന് പറയുന്നത്. പക്ഷെ എന്താ വെച്ചാൽ ഒഴിവുകൾ കുറവായിരിക്കും. SSC-ക്കുള്ള അത്രയും ഒഴിവുകൾ ഉണ്ടാവണമെന്നില്ല. ബാക്കിയൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. 10ാം ക്ലാസ് യോഗ്യത വരുന്നുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 25 വയസ്സ് വരെ നമുക്ക് അവിടെ യോഗ്യത നമുക്ക് വരുന്നുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് എന്താ വെച്ചാൽ അതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കും അല്ലെ? നമ്മുടെ മലയാളമാണ് ഏതാ ലാംഗ്വേജസ്, ലോക്കൽ ലാംഗ്വേജ്, അതിനെ കുറിച്ച് നമുക്കൊരു ധാരണ നമുക്ക് ഉണ്ടാവുന്നതാണ്. അതിന്റെ പേ സ്കെയിൽ പറയുന്നത് പേ ലെവൽ 3 ആണ് വരുന്നത്. നമ്മുടെ SSC-യിലാണെങ്കിൽ നമ്മുടെ MTS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേ ലെവൽ 1 ആണ് വരുന്നത്. ഇവിടെ കുറച്ചും കൂടെ പേ ലെവൽ വരുന്നുണ്ട്, പേ ലെവൽ 3 വരുന്നുണ്ട്. അതായത് നമ്മുടെ SSC-യിലെ ക്ലറിക്കൽ ജോബിന് തുല്യമായിട്ടുള്ള എമൗണ്ട് തന്നെ ഇവിടെ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ഓരോന്നിന്റെയും ഈ വരുന്ന എക്സാംസിന്റെ പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വ്യത്യാസം ഉണ്ടാവുന്നതാണ്. ചിലതിൽ 25 GK, 25 മാത്സ്, 25 റീസൺ അങ്ങനെയായിരിക്കും. ചിലത് ചിലപ്പോൾ എന്താ വെച്ചാൽ 50-50 വെച്ചായിരിക്കും. ചിലത് 35-35 വെച്ചായിരിക്കും. ചിലതിന് 3 മാർക്ക് ഉണ്ടായിരിക്കും ഒരു ക്വസ്റ്റിന്. ചിലത് ചിലപ്പോൾ ഒരെണ്ണത്തിന് ഒരു ക്വസ്റ്റിന് 1 മാർക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നെഗറ്റീവ് മാർക്കുകളുണ്ട്. ചിലതിന് എന്താ വെച്ചാൽ 0.33 നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും, ചിലത് 0.2, അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടെന്നേ ഉള്ളൂ. സിലബസ് എന്നൊക്കെ പറയുന്നത് മെയിൻ ആയിട്ട് സെയിം സിലബസ് വരും. ഇത്രയുമാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന എക്സാംസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എങ്കിൽ നമുക്ക് ഒരു ടൈപ്പും കൂടെ നമുക്ക് നോക്കാം. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ ജോബുകളെയും കുറിച്ചുള്ള ഒരു ധാരണ ഞാൻ ഇന്നത്തോടു കൂടി ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു ക്ലാസ് കൂടെ വെക്കാം. നമ്മൾ തിരക്ക് പിടിച്ച് എല്ലാം കൂടെ ചെയ്തിട്ടും കാര്യമില്ല. ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇത് നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു അനാലിസിസ് നടത്തണം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അതായത് പെട്ടെന്ന് ചാടിക്കേറി അവിടെ ഒരാൾ പറഞ്ഞ SSC ഉണ്ട് അതിന് ചേരാം, വേറൊരാൾ പറഞ്ഞ PSC ഉണ്ട് ഇതിന് ചേരാം, ബാങ്കിങ് ഉണ്ട് ഇതിന് ചേരാം എന്ന് പറഞ്ഞ് ചാടിക്കേറി ചെയ്യാതെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സാധനമാണോ എന്നുള്ളത് ആദ്യമേ നോക്കണം. നിങ്ങൾ ആരും തന്നെ, നമ്മളിൽ നല്ല ശതമാനം ആൾക്കാരും ഒരു ഡിഗ്രിക്ക് നമ്മൾ ചേരുമ്പോൾ ഡിഗ്രിയിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് ഏതാണെന്നുള്ളത് മുൻകൂട്ടി നമ്മൾ നോക്കി, ഓക്കെ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന ടോപ്പിക്സ് ആണ്, എന്നാൽ പിന്നെ BSc മാത്സിൽ തന്നെ ചേരാം എന്ന് വെച്ചിട്ടൊന്നും ആവണമെന്നില്ല നമ്മളെല്ലാവരും ചേർന്നിരിക്കുന്നത് അല്ലെ? വേറെ എന്തൊക്കെയോ റീസൺസ് കൊണ്ടാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. പക്ഷെ ഏതെങ്കിലും ഇതിടാം നാളത്തെ ക്ലാസ്സും കൂടെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ. ഇപ്പൊ നമുക്ക് ഒരു 140ഓളം നമുക്ക് സ്ലൈഡ്സ് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ എല്ലാം കൂടെ വെറുതെ ഒരു 10-15 മിനിറ്റിൽ ഓടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു ഗുണം കിട്ടില്ല. ഞാനപ്പോ 2 സെറ്റ് ആയിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ്. കുറച്ച് ഇന്ന് ചെയ്യാം, ബാക്കി ഞാൻ അടുത്തൊരു ക്ലാസ്സും കൂടെ പറഞ്ഞുതരാം. എന്നാലും നാളത്തെ ക്ലാസ്സും കൂടെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ PDF ഇട്ടുതരാം, ഇതിന്റെ റെക്കോർഡ് കൂടെ നിങ്ങൾക്ക് ഇട്ടുതരാം. നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കും കേട്ടോ. ഒരു അവയർനെസ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തൊക്കെ ജോബുകൾ ഉണ്ടെന്നുള്ള ഒരു ചെറിയ അവയർനെസ് നിങ്ങൾക്ക് തരുന്നു. ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഓരോന്നിനെ കുറിച്ച് മനസ്സിലാക്കി അതാത് സൈറ്റുകൾ കയറി ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കി മനസ്സിലാക്കി. ഞാനൊക്കെ അങ്ങനെ ഒരു നോട്ട് പോലെ ഇങ്ങനെ എഴുതി വെക്കും. എനിക്ക് എഴുതാൻ പറ്റാവുന്ന എക്സാംസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈമിലാണ് എക്സാംസ് വരുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കലണ്ടർ നമ്മുടെ തലയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ള ഐഡിയ കിട്ടും. ഒരു എക്സാം വരുന്നുണ്ട് 10 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോഴേ അറിവുണ്ടെങ്കിൽ 10 മാസത്തിന്റെ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. 2 മാസം കഴിഞ്ഞിട്ട് വരുന്ന എക്സാമിലേക്ക് 10 മാസത്തിന്റെ എക്സാമിന്റെ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും, 2 മാസത്തെ ആകുമ്പോൾ എന്റെ വീക്ക് പോയിന്റ്സ് ഏതാണ് അത് മാത്രം ചെക്ക് നോക്കിപ്പോഴും ഞാൻ. അപ്പൊ അങ്ങനെ നമുക്ക് കാൽക്കുലേഷൻ നമ്മുടെ തലയിൽ ഇപ്പോൾ ഉണ്ടാവണം. ഏത് എക്സാംസ് ആദ്യമേ അറിയേണ്ടത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ എല്ലാ എക്സാമ്പിളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ഒരു PDF ആയിട്ട് തരുന്നത്. കാരണം ഇതിലെ പല എക്സാംസും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ആകെ ഇപ്പോൾ SSC, CGL, CHS മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല ഒരുപാട് വേറെ എക്സാംസ് ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേറെ ടൈപ്പ് ഓഫ് എക്സാംസ് കൂടി ഇന്ന് നമുക്കൊന്ന് നോക്കാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒരു 15 മിനിറ്റ് കൂടെ എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ നിന്ന്
നിങ്ങളുടെ ഒരു അനുവാദത്തോടു കൂടി എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സും കൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്ന വേറെ എക്സാമാണ് ബാങ്കിങ് എക്സാം എന്ന് പറയുന്നത്. ഇതിൽ ആരെങ്കിലും ബാങ്കിങ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടോ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് തരൂ. ഒരു 30 സെക്കൻഡ്. ബാങ്കിങ് എക്സാംസ്, എനിക്ക് ബാങ്കിലേക്ക് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബാങ്ക് എക്സാംസ് നല്ലതാണ്, എനിക്ക് ഇഷ്ടമാണ് എന്ന് നോക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? യെസ് എങ്കിൽ യെസ്, നോ എങ്കിൽ നോ. ജസ്റ്റ് നിങ്ങളൊന്ന് അടിച്ചു. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് ബാങ്കിങ് എക്സാം, എങ്ങനെയാണ് ഇത് എഴുതേണ്ടതിനെ കുറിച്ചൊക്കെ ധാരണ നമുക്ക് അറിയണം. ഞാൻ SBI യിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. 15 വർഷം സർവീസ് എനിക്ക് SBI യിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ VRS എടുത്താണ് ഞാൻ വന്നിരുന്നത്. UPSC ഒഴിച്ച് ബാക്കിയുള്ള ഓൾ ഇന്ത്യ ലെവലുള്ള എല്ലാ എക്സാംസും ക്ലിയർ ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ UPSC ഒഴിച്ചുള്ള ബാക്കി എല്ലാ എക്സാമിനെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറഞ്ഞുതരാൻ പറ്റും. ബാങ്ക് എക്സാമിനെ കുറിച്ച് പറഞ്ഞുതരാം, SSC പറഞ്ഞുതരാം, ഇൻഷുറൻസ് എക്സാംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, റെയിൽവേ എക്സാംസിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും റാങ്ക് ലിസ്റ്റിൽ വന്നൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ബാങ്കിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാൻ SBI യിൽ വർക്ക് ചെയ്തിരുന്നു, ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. 15 വർഷം സർവീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് VRS എടുത്ത് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ജോബ് എന്നുള്ളതിനെ കുറിച്ചും കൂടെ ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബാങ്കിങ് ജോബ് എന്ന് പറയുമ്പോൾ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ വിചാരിക്കും. ഇല്ല, ഈ ബാങ്കിങ് എക്സാമും SSC എക്സാമും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC എക്സാമിനേക്കാൾ കുറച്ചും കൂടെ കടുപ്പമുള്ളതാണ് ബാങ്കിങ് എക്സാം എന്ന് ഞാൻ പറയും. SSC എക്സാമും ബാങ്കിങ് എക്സാമും എഴുതിയതിലാണ് പറയുന്നത് കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ സ്പീഡ് ആവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ കുറച്ചും കൂടെ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള തിങ്ക് വേണ്ടതുമായിട്ടുള്ള ഒരു എക്സാം ആണ് ബാങ്കിങ് എക്സാം. ബാങ്കിങ് ഒരു PO പ്രൊബേഷണറി ഓഫീസർ ക്ലിയർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമുക്കൊരു ടഫ് ആയിട്ട് ഒരു കാര്യം തന്നെയാണ്. ഒന്ന്. രണ്ടാമത്തത് ബാങ്ക് ജോബ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണോ അല്ലേ എന്നൊക്കെ കുറച്ച് ധാരണകൾ ആൾക്കാരുടെ ഇടയിൽ ഒരു ഇതുണ്ടായിരിക്കും. ബാങ്ക് ജോബ് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഒരു ഇതുണ്ടായിരിക്കും. ഞാനിതൊരു എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. എന്റെ അനിയത്തി വർക്ക് ചെയ്യുന്നത് ഫെഡറൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ അനിയൻ വർക്ക് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്റെ അളിയൻ വർക്ക് ചെയ്യുന്നത് ഫെഡറൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. മൊത്തം എല്ലാവരും ബാങ്കിങ് ഫാമിലിയാണ്. അപ്പൊ ഞാൻ ബാങ്കിൽ കയറിയതിനു ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ആൾക്കാർ, അളിയൻ ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഞാൻ പിടിച്ച് നിർബന്ധിച്ച് വലിച്ച് ഞാൻ അവരെ ബാങ്കിങ് എന്ന് പറഞ്ഞ ഇതിലേക്ക് മോട്ടിവേഷൻ കൊടുത്ത് കയറ്റി അവർക്ക് ഇത് പറഞ്ഞേക്കുന്നതാണ്. ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് അവർ ജോലി ചെയ്യുന്നു, ജോലി കഴിഞ്ഞവർ വരുന്നു എന്നുള്ളതാണ്. ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ജോലി തരുമ്പോൾ നോ പറയാൻ നമുക്ക് മടിയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ മടി ഉണ്ടായിരിക്കും. അതായത് 8 മണി ആയാലും 9 മണി ആയാലും ചിലപ്പോൾ നമ്മൾ ബ്രാഞ്ചിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. അല്ല, കൃത്യമായിട്ട് നമ്മുടെ പണികളൊക്കെ ചെയ്ത്, കാരണം പണി ഒരിക്കലും അവസാനിക്കില്ല. വീട്ടുപണി പോലെയാണ് ബാങ്കിലെ ജോബ് എന്ന് പറയുന്നത്. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഉണ്ടായിരിക്കും. നമുക്ക് അത്യാവശ്യം വേണ്ട ജോബ് ഇതാണ്, ഇതൊക്കെ ഞാൻ തീർത്ത് ഞാൻ ഇറങ്ങുക എന്നുള്ള സ്റ്റാൻഡിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ജോബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പക്ഷെ SSC ജോബിന്റെ അത്ര ഒരു സുഖം ഉണ്ടാവില്ല. കുറച്ച് നമുക്കൊരു പ്രഷർ ഉണ്ടായിരുന്നു. വർക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇത് പല കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇൻഷുറൻസ് പിടിക്കാനായിട്ട് നമ്മൾ പറയും, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ എണ്ണം കുറഞ്ഞു അപ്പൊ അത് നിങ്ങളൊന്ന് കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കീംസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അത് കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യാൻ പറയും. ബാങ്കിങ് ജോലിയും അതിന്റെ ഒപ്പം തന്നെ ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ ചെയ്യണം ഇതേ വരുന്നുള്ളൂ. അതും എല്ലാ ബാങ്കുകളിലും അങ്ങനെ പ്രഷർ വരുന്നില്ല. ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത SBI യിൽ ആയതുകൊണ്ട് തന്നെ ഏറ്റവും അധികം പ്രഷറുകൾ അതാണ്. നിങ്ങൾ SBI യിലൊക്കെ പോയിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലെ, ഭയങ്കര തിക്കും തിരക്കായിരിക്കും. സ്റ്റാഫ് ചിലപ്പോൾ പലരും പറയുന്നൊരു കംപ്ലൈന്റ് ആണ്, സ്റ്റാഫ് മുഖത്തേക്ക് പോലും നോക്കുന്നില്ല, നല്ലൊരു സർവീസ് തരുന്നില്ല എന്നുള്ളത്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പണി അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ബാങ്കിലെ എംപ്ലോയിഡ് എന്ന് പറയുന്നത്, വേറെ കുറെ വർക്കുകൾ അവർക്ക് ബാക്ക് എൻഡിൽ ചെയ്യാനുള്ള വർക്ക് തന്നിട്ടുണ്ടെന്നാണ്. അപ്പൊ നിങ്ങളെ വേഗം ഡിസ്പോസ് ചെയ്ത് വിട്ടിട്ട് വേണം ഈ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യാൻ, എന്നാലും നമുക്ക് വീട്ടിൽ പോകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഒന്ന് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനായിട്ട് പറ്റാത്തത്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണെങ്കിൽ അത്രയൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്ക് ഒരു കസ്റ്റമറോട് ഒരുപാട് സമയം നമുക്ക് സംസാരിച്ച് നമുക്ക് ബിസിനസ് ക്യാൻവാസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മോശപ്പെട്ട ഒരു ജോബേ അല്ല. ഞാൻ ബാങ്ക് ജോലി വിട്ടത് ബാങ്ക് ജോലിക്ക് മോശമായത് കൊണ്ടല്ല, പക്ഷെ എനിക്ക് കൂടുതലും എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിലായിരുന്നു. ഞാൻ 22ാമത്തെ വയസ്സ് തൊട്ട് കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനർ ആയിട്ട് ഓൾ കേരള ലെവലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും പല ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ ഓൾ കേരള ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്റെ സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട്. ഞാൻ തൃശ്ശൂരാണ് എന്റെ എന്റെ സ്ഥലം വരുന്നത്. തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയാണ്. ഇരിഞ്ഞാലക്കുടയിൽ എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട്. അപ്പൊ അതും നോക്കി നടത്തുന്നു. മറ്റു സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്ത് അങ്ങനെ ഒരു പാഷൻ കണ്ടെത്തി ഫുൾ ടൈം ഇതിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അല്ലാതെ ജോബിന് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാങ്കിങ്ങിൽ നമുക്ക് എഴുതാൻ പറ്റാവുന്ന എക്സാംസ് ഏതൊക്കെയാണെന്ന് കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ. ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ബാങ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകളിൽ ഒരു ബാങ്കാണ് SBI എന്ന് പറയുന്നത് അല്ലെ. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മിക്ക വർഷവും എല്ലാ വർഷവും അവർ എന്ത് ചെയ്യും, ഓഫീസർ ലെവൽ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടും ക്ലറിക്കൽ ലെവൽ പോസ്റ്റിലേക്കും വേണ്ടിയിട്ട് അവർ നിയമനങ്ങൾ നടത്തേണ്ടതാണ് അല്ലെ. അപ്പോൾ ഓഫീസർ ലെവൽ പോസ്റ്റിലേക്ക് നടത്തുന്ന നിയമനമാണ് SBI PO എന്നാണ് പറയാ, പ്രൊബേഷണറി ഓഫീസർ എന്ന് പറയുന്നത്.
ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി യോഗ്യതയായിട്ട് വരുന്ന എക്സാം ആണ്. 30 വയസ്സ് വരെ നമുക്ക് ജനറൽ കാറ്റഗറിയിൽ ഒരാളാണെങ്കിൽ എഴുതാൻ പറ്റും. ഇപ്പൊ നേരത്തെ സാരംഗ് പറഞ്ഞ പോലെ സാരംഗിന് 27 വയസ്സേ വന്നിട്ടുള്ളൂ. 27 വയസ്സാണ്. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. പക്ഷെ ഇതിന്റെ വേറെ സംഭവം കൂടെ പറഞ്ഞുതരാം. നോർമലി ഇതുപോലെയുള്ള ബാങ്ക് എക്സാംസിലൊക്കെ കയറുന്ന കുട്ടികളുടെ ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് 23 വയസ്സ് 24 വയസ്സ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം താഴെ വരുന്ന ആൾക്കാർ കയറുന്നില്ല എന്ന അർത്ഥം വരുന്നില്ല. എന്റെ അനിയൻ ഈ ജോലിയിലേക്ക് കയറിയത് 29-ാമത്തെ വയസ്സിലാണ്. അവൻ വേറെ ഒരു ഇതിൽ കരിയറായിട്ട് അവൻ പോയതാണ്. പിന്നെ അവിടുന്ന് ഒരു കരിയർ ഷിഫ്റ്റ് ചെയ്ത് അവനെ ഞാൻ പിടിച്ചു വലിച്ച് ബാങ്കിങ് നീ പഠിക്കടാ എന്ന് പറഞ്ഞ് അതിന്റെ കോച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവൻ ലേറ്റ് ആയിട്ടാണ് അവൻ ഇതിലേക്ക് വന്നത്. അവൻ എങ്കിൽ പോലും അവൻ 29-ാമത്തെ വയസ്സിൽ തന്നെ അവൻ ഈ എക്സാം എഴുതി പാസ്സായവനാണ്. SBA PU എക്സാം എഴുതി അവൻ പാസ്സായിരുന്നതാണ്. ഇപ്പൊ അവന് HR മാനേജറായിട്ട് അവൻ വർക്ക് ചെയ്യാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്, നല്ല സാലറി ഉണ്ട്, മാരേജ് അതൊക്കെ കഴിഞ്ഞു, നല്ല പൈസയും കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ട് ഒരു ജീവിതം ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അധികം പ്രായമില്ല, 38-39 വയസ്സാണ് ആൾക്കുള്ളൂ. പ്രൊമോഷൻസ് ഒക്കെ കൃത്യമായിട്ട് എടുത്തെടുത്ത് പോവാണ്. അപ്പൊ ഏജും DGM ആ ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് 30 വയസ്സ് വരെയുള്ള ഒരു ഇതാണ്. 27-28 വയസ്സായാലും തീർച്ചയായിട്ടും നമ്മളെ അവർ എടുക്കുന്നതാണ്, പ്രൊവൈഡ് നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ. പിന്നെ ശമ്പളം നോക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്കൊരു SSC ലെവൽ ജോബിനേക്കാൾ കൂടുതൽ സാലറി നമുക്ക് ഒരു SBA PUക്ക് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. ബേസിക് സാലറി എന്ന് പറയുന്നത് 56,480 വരുന്നത്. അപ്പൊ ഏകദേശം നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് ഒരു 90-95 രൂപയ്ക്ക് അടുത്ത് നമുക്ക് നമ്മുടെ ഒരു 80-85 രൂപയ്ക്ക് നമ്മുടെ കയ്യിലും കിട്ടും. ബാക്കിയുള്ളതൊക്കെ പിടുത്തങ്ങളാണ്, നമുക്കറിയാലോ. ഇപ്പൊ NPS ഉണ്ട്, നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് പിടുത്തം വരും. അതായത് നമ്മുടെ ബേസിക് പേയുടെയും അതേപോലെ നമ്മുടെ ഡിയർനെസ് അലവൻസ് ഉണ്ട്, ഈ രണ്ടിന്റെയും 10% എമൗണ്ട് ഗവൺമെന്റ് എല്ലാ മാസവും പെൻഷൻ സ്കീമിലേക്ക് പിടിക്കും. പിടിച്ചതിന് ശേഷം അവസാനം നമുക്ക് തരും, അത് പെൻഷൻ ആവുന്ന സമയത്ത് തരും. നമ്മുടെ കയ്യിൽ നിന്ന് 10% പിടിക്കും. അതേപോലെ ഗവൺമെന്റ് ഒരു 14% നമുക്ക് വേണ്ടിയിട്ട് അവരിടും. മൊത്തം പറയുകയാണെങ്കിൽ നമ്മുടെ ബേസിക് പേയുടെയും DAയുടെയും ഒരു 24% എമൗണ്ട് ഗവൺമെന്റ് നമുക്ക് വേണ്ടി ഒരു ഇതിലേക്ക് ഫണ്ടായിട്ട് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. വാർദ്ധക്യം നമുക്കൊരു 60 വയസ്സൊക്കെ ആയ സമയത്ത് ആ എമൗണ്ട് മുഴുവൻ ലംസമായിട്ട് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത്യാവശ്യം പേ സ്കെയിൽ കൂടുതലുണ്ട്. SSC ജോബ്സിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പേ സ്കെയിൽ കൂടുതലുണ്ട്, വർക്കും കൂടുതലുണ്ടെന്ന് തന്നെയാണ് അതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ടെസ്റ്റും കുറച്ചും കൂടെ നമുക്ക് കഠിനമായിട്ട് ചെയ്യേണ്ടതാണ്. ഇനി എത്ര നാള്, സിലബസ് ഒക്കെ സെയിം തന്നെയാണ്. ജനറൽ അവയർനെസിന് പകരം നമ്മൾ ബാങ്കിങ് അവയർനെസ് പഠിക്കണമെന്ന് മാത്രമേ വരുന്നുള്ളൂ. സിലബസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. എത്ര നാൾ ഒരു ആവറേജ് വേണ്ടി വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഞാൻ പറയും 1.5 വർഷമാണ്. ഞാൻ കോമൺ ആയിട്ട് കാണുന്ന കുട്ടികളിൽ നമുക്കറിയാലോ, ഈ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, വർക്ക് ചെയ്യാത്ത കുട്ടികളുണ്ട്. ചില ആൾക്കാർ പറയും ഞാൻ 4 വർഷമായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാലത്തോട്ട് വൈകിട്ട് വരെ പ്രിപ്പയർ ചെയ്തുകൊണ്ട്. ഇപ്പൊ ഞാൻ പറയും തീർച്ചയായിട്ടും അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ 4 വർഷം പഠിക്കുന്ന സിലബസ് ഒന്നുമില്ല, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ അവിടെ എന്തോ തെറ്റുണ്ടെന്നുള്ളതാണ്. തെറ്റ് ചെയ്യാതെ ഞാനിപ്പോ എന്റെ വീട് ഇപ്പൊ തൃശ്ശൂരാണ്, ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് നടന്നു പോകേണ്ട ഞാൻ നേരെ മേലേക്ക് കയറി പോവാണ്. കോഴിക്കോട് ഭാഗത്തേക്ക് നടന്നുകൊണ്ട് ഞാൻ തിരുവനന്തപുരം എത്തിയില്ലല്ലോ ഞാൻ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. കാരണം എന്റെ ഡയറക്ഷൻ റോങ് ആണ്. അപ്പൊ നിങ്ങൾ തെറ്റായ ഡയറക്ഷനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചു വന്ന് കറക്റ്റ് ഡയറക്ഷനിലേക്ക് പോകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഒരു 1.5 to 2 വർഷം കൊണ്ടൊക്കെ സുഖമായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സാമാണ് SBA PU എക്സാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വരുന്നതായിട്ടുള്ള എക്സാമാണ് SBA നടത്തുന്ന ക്ലറിക്കൽ ലെവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളുടെയും PU ആൻഡ് ക്ലറിക്കൽ ലെവൽ എക്സാമിന് സിലബസ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. സാലറിയിലും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ SBAയിലാണെന്ന് വെച്ചിട്ട് കൂടുതൽ സാലറി ഉണ്ട്, ഞാൻ ഫെഡറൽ ബാങ്കിലാണ് ഇപ്പോൾ സാലറി കുറവായിരിക്കും, അങ്ങനെയൊന്നും വരുന്നില്ല. ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്ക് ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണെങ്കിലും ഓൾമോസ്റ്റ് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ചില അലവൻസുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കണ്ണട വാങ്ങാൻ അലവൻസ് കിട്ടും, പെട്ടി വാങ്ങാൻ നിങ്ങൾക്ക് അലവൻസ് കിട്ടും, കുറെ കുട്ടി കുട്ടി അലവൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ നിങ്ങൾക്ക് അലവൻസ് കിട്ടും, ന്യൂസ് പേപ്പർ വായിക്കാൻ നിങ്ങൾക്ക് അലവൻസ് കിട്ടും. അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു അലവൻസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ചെറിയ ചെറിയ എമൗണ്ട് ആയിരിക്കാം, പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ എമൗണ്ടുകളൊക്കെ നമുക്ക് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നമുക്ക് നടത്തി പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ശമ്പളത്തെ കൂടാതെ തന്നെ ഒരുപാട് എലമെന്റ്സുകൾ ഈ ബാങ്കിങ് ജോലിക്ക് വരുന്നുണ്ടെന്നത് മനസ്സിലാക്കി വെക്കാം. SBA ഓഫീസർ, SBA ക്ലർക്ക് പോലെ തന്നെ വരുന്നതായിട്ടുള്ള വേറൊരു ഇതാണ് IBPS PO, IBPS ക്ലർക്ക് എന്ന് പറയുന്നത്. അതായത് കേരള ഗവൺമെന്റ് ജോബ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള PSC എക്സാം നടത്തുന്ന പോലെ സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിന് വേണ്ടിയിട്ട് നമ്മുടെ SSC എക്സാം നടത്തുന്ന പോലെ ബാങ്കിലെ പൊതുമേഖലാ ബാങ്കുകൾ, അതായത് നമ്മുടെ കാനറ ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്ന പൊതുമേഖലാ ബാങ്കുകൾ എന്ന് കണ്ടിട്ടില്ലേ, ഈ ബാങ്കുകൾക്കെല്ലാം വേണ്ടിയിട്ട് സംയുക്തമായിട്ട് കളക്റ്റീവായിട്ട് IBPS എന്ന് പറയുന്ന ഒരു സംഘടനയാണ് എക്സാം നടത്തുന്നത്. അവർ നടത്തുന്ന എക്സാമാണ് IBPS PO അല്ലെങ്കിൽ IBPS ക്ലർക്ക് എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് ഒക്കെ സെയിം തന്നെയാണ്, 30 വയസ്സ് വരെയാണ് നമുക്ക് വരുന്നത്. നിങ്ങളൊരു ഓഫീസർ ഗ്രേഡ് എക്സാം ആണ് എഴുതുന്നതെങ്കിൽ, നിങ്ങൾ +2 ലെവൽ നിങ്ങളൊരു ക്ലറിക്കൽ ലെവൽ എക്സാം ആണ് എഴുതുന്നതെങ്കിൽ 27 വയസ്സാണ് നിങ്ങളുടെ
നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത് ഒക്കെ സെയിം തന്നെയാണ്, വേറെ മാറ്റമൊന്നും വരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഒഴിവുകളും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി പോവാ, എപ്പോഴാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്, എക്സാം വരുന്നത് നോക്കി പോവാ. സാലറി ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഞാൻ ആ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇതൊക്കെ ഒരു ഏകദേശമാണ് കേട്ടോ. ഈ എമൗണ്ട് ഒക്കെ പറഞ്ഞ് കറക്റ്റ് ഇങ്ങനെയാണ് സാർ അങ്ങനെ പറഞ്ഞു എനിക്ക് അത്ര കിട്ടിയില്ല എന്ന് പറഞ്ഞ് നാളെ എന്നെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല. ഏകദേശമായിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടു മാത്രമേ ഉള്ളൂ. അപ്പൊ SBI PO എഴുതാം, SBI ക്ലർക്ക് എഴുതാം, അതേപോലെ നമുക്ക് IBPS PO എഴുതാം, IBPS ക്ലർക്ക് എഴുതാം. അതേപോലെ തന്നെ IBPS നടത്തുന്ന വേറെ എക്സാം ആണ് IBPS RRBയുടെ എക്സാം. ഈ RRB എന്ന് പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്ക് എന്നാണ് അർത്ഥം വരുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു റീജിയണൽ റൂറൽ ബാങ്കാണ് ഉള്ളത്. ഏതാന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഏതാന്ന് നമുക്ക് അറിയോ? റീജിയണൽ റൂറൽ ബാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? റീജിയണൽ റൂറൽ ബാങ്ക് ആണ് കേരള. പണ്ട് അത് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്, സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് എന്നുള്ള രണ്ട് ഇതായിരുന്നു. രണ്ടും കൂടെ യോജിച്ചുകൊണ്ട് ഇപ്പോ കേരള ഗ്രാമീൺ ബാങ്ക് എന്നാണ് പറയുന്നത്. റീസെന്റ് ആയിട്ട് എന്റെ ഒരു സ്റ്റുഡന്റിന് കേരള ഗ്രാമീൺ ബാങ്കിൽ കിട്ടി. പക്ഷെ അവന് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയവന് വയനാടാണ്. അവനോട് ചോദിച്ചു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സീനറി കണ്ട് നല്ല സുഖമായിട്ടുള്ള ബൈക്കും കൊണ്ട് പോയിരിക്കണത്. സുഖമായിട്ട് അവിടെ കറങ്ങി നടക്കും. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വീട്ടിലേക്ക് ചുരമൊക്കെ ഇറങ്ങി തൃശ്ശൂർ വരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസ്ഫർ, വീടിനടുത്തേക്ക് തന്നെ ട്രാൻസ്ഫർ കിട്ടാനുള്ള ഇതൊക്കെ ഉണ്ട്. ഒരു ഇതില്ലാതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കേരളത്തിലെ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഇവരും അതേപോലെ തന്നെ ഓഫീസർ ഗ്രേഡിലേക്കും ക്ലറിക്കൽ ലെവൽ പോസ്റ്റിലേക്കും അവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. സാലറിയിലൊന്നും ഒരു വ്യത്യാസം ഇല്ല കേട്ടോ. SBIക്ക് കിട്ടുന്ന അതേ സാലറി തന്നെ നിങ്ങൾക്ക് റീജിയണൽ റൂറൽ ബാങ്കിൽ കിട്ടും. പിന്നെ പണിത്തിരക്കും വളരെ കുറവായിരിക്കും. അറിയാലോ, റീജിയണൽ റൂറൽ ബാങ്കിലേക്ക് ആൾക്കാർ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവായിരിക്കും. അപ്പൊ നമുക്കൊരു സ്വസ്ഥമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ട്. കൃത്യം 5 മണിയാകുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റുന്നുണ്ട്. ചില ബാങ്കുകളെ പോലെയല്ല. അപ്പൊ ഞാനൊക്കെ SBIയിൽ വന്ന കാരണം കുറെ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വേറൊരു ബാങ്കാണെങ്കിൽ ഇത്രയൊന്നും ബുദ്ധിമുട്ട് നമുക്ക് വരില്ല എന്ന് കൂടെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മൾ പഠിച്ചേ, അപ്പോൾ SBIയുടെ രണ്ട് എക്സാംസ് പഠിച്ചു, IBPSന്റെ 2 എക്സാംസ് പഠിച്ചു, IBPS RRBയുടെ 2 എക്സാംസ് നമ്മൾ ഓഫീസറും ക്ലറിക്കൽ ലെവലും പഠിച്ചു. അതേപോലെ തന്നെ IBPS നടത്തുന്ന വേറെ എക്സാം ആണ് IBPS SO എന്ന് പറയുന്നത്, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന ജോബാണ്. അതായത് ഈ IT ഓഫീസർ അല്ലെങ്കിൽ എന്താ ലോ ഓഫീസർ, മാർക്കറ്റിംഗ് ഓഫീസർ, അഗ്രികൾച്ചർ ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രത്യേകമായിട്ട് തസ്തികകളിലേക്ക് അവർ നടത്തുന്ന ഒരു എക്സാമാണ്. അപ്പൊ ഇതിന് ഡിഗ്രിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഡിഗ്രി നമുക്ക് വേണമെന്നുള്ളത് അല്ലെ. ഡിഗ്രി IT കിട്ടി കഴിഞ്ഞാൽ IT ഓഫീസർ ആവാം, LLB ഉള്ള ഒരാളാണെങ്കിൽ ലോ ഓഫീസർ ആവാം, അഗ്രികൾച്ചറിലാണെങ്കിൽ ഡിഗ്രി എടുത്തെങ്കിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചർ ഓഫീസർ ആവാൻ പറ്റും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഓഫീസർ ആവണമെങ്കിൽ നിങ്ങൾ MBA എടുത്തിരിക്കണം. അപ്പൊ അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു ജോബാണ് ഇതും. എല്ലാ വർഷവും തന്നെ ഈ IBPS കോൾ ഫോർ ചെയ്യുന്നതാണ്. SBIയും സ്പെഷ്യലിസ്റ്റ് ഓഫീസറിന്റെ ജോബ്സ് ഒക്കെ ഒരു കോൾ ഫോർ ചെയ്യാറുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഏജ് ലിമിറ്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കമ്പാരിറ്റീവ്ലി എക്സാം ലെവൽ കുറച്ചും കൂടെ ഈസി ആണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും. പ്രിലിംസ് ഉണ്ടായിരിക്കും, മെയിൻസ് എക്സാം ഉണ്ടായിരിക്കും. പിന്നെ വരുന്നതാണ് IBPS AFO. ഇതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ എന്ന് പറഞ്ഞ എക്സാം. അതിന്റെ ക്വാളിഫിക്കേഷനോട് പറയുന്നു 4 വർഷത്തെ താഴെ കാണുന്നതായിട്ടുള്ള മേഖലയിലുള്ള ഒരു ഡിഗ്രി, അതായത് അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞ മേഖലയിലേക്കുള്ള ഡിഗ്രിയാണ് വേണ്ടത്. ഇതും എഴുതാവുന്ന ഒരു എക്സാം ആണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ തന്നെ ഇപ്പൊ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്രന്റീസ്ഷിപ്പ് കൊടുക്കുന്നുണ്ട്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ 1 കൊല്ലത്തേക്ക് താൽക്കാലിക ഒരു നിയമനം നടത്തുന്നുണ്ട് പല ബാങ്കുകളും. SBI നടത്തുന്നുണ്ട്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, അങ്ങനെ എല്ലാ പബ്ലിക് സെക്ടർ ബാങ്ക്സും കൊടുക്കുന്നതാണ്. അപ്പൊ അതിനും ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ കിട്ടുള്ളൂ. ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലം നമുക്ക് ബാങ്കിൽ നമുക്ക് ടെമ്പററി സ്റ്റാഫ് ആയതുകൊണ്ട്, അതായത് പെർമനന്റ് ജോബിൽ കിട്ടുന്ന അലവൻസും കാര്യങ്ങളോ വേറെ ഒന്നും നമുക്ക് കിട്ടില്ല. പക്ഷെ നമ്മളവിടെ ജോലി ചെയ്യുമ്പോൾ അവിടെ ആൾക്കാർക്ക് അറിയില്ലല്ലോ നമ്മൾ പെർമനന്റ് ആണോ ടെമ്പററി ആണോ അറിയില്ല. അതിൽ ഒരു 1-2 ആൾക്കാരെങ്കിലും തീർച്ചയായിട്ടും ടെമ്പററി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. 1 ഇയർ ഫുൾ അവിടെ നിൽക്കണം. അതായത് ബോണ്ട് എന്ന് പറയുന്നില്ല, പക്ഷെ 1 ഇയറിന്റെ ഒരു കോൺട്രാക്ട് ആണ് നമ്മളവിടെ എഴുതി കൊടുക്കണതാണ്. ഏകദേശം സാലറി 12,000 രൂപയ്ക്ക് മേലെയാണ് നമുക്ക് സാലറി വരിക. 12,000 to 15,000 ആയിരിക്കും നമുക്ക് സാലറി വരിക. അപ്പൊ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു പോവുകയും 1 കൊല്ലം ബാങ്കിങ് എന്താണെന്ന് പഠിക്കുകയും ചെയ്തു. 1 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലില്ല പിന്നെ പെർമനന്റ് ഒന്നും ആക്കില്ല. പെർമനന്റ് ആവണമെങ്കിൽ നിങ്ങൾ IBPS എക്സാം അല്ലെങ്കിൽ SBIയുടെ എക്സാം എഴുതി തന്നെ നിങ്ങൾ വരണമെന്നാണ്. ഇത് കിട്ടാൻ എളുപ്പമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ഏരിയയിലേക്ക് കുറച്ചും എല്ലാ ബ്രാഞ്ചസിലേക്കും കുറച്ച് ആൾക്കാർ കൂടുതൽ, കാര്യം ഇതിനെ കുറിച്ചൊന്നും പല ധാരണയില്ല, ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ പലരും അപ്ലൈ ചെയ്യില്ല. കുറച്ചും കൂടി ഈസി എക്സാമും കൂടിയാണ്. പക്ഷെ ആകെ പ്രശ്നം എന്താ വെച്ചാൽ 1 കൊല്ലം മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു 12,000 കിട്ടി കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം രൂപ നമുക്ക് ഒരു വർഷം നമുക്ക് ജോലി ചെയ്ത് കിട്ടി. ആ 1.5 ലക്ഷം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പ്ലാൻ ബി. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരാവുന്നതാണ്. സിലബസ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്, ഓൺലൈനായിട്ട് നടത്തുന്ന എക്സാം തന്നെയാണ്. ഈ റീസണിങ്ങും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് വരുന്നത്. കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ഈസി സിലബസ് ആണെന്ന് പറഞ്ഞു.
പക്ഷെ നമുക്ക് അതിൽ കാര്യമില്ല അല്ലെ. നമുക്ക് ഒരു വർഷം മാത്രം നിൽക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്. ആ ഒരു വർഷം നമ്മൾ ഇവിടെ നിന്ന് ആ കുറച്ച് പൈസ സമ്പാദിക്കാനും ബെറ്റർ നമ്മൾ ആ ഒരു വർഷം നമ്മൾ എവിടെയെങ്കിലും നമ്മൾ എന്താ പറയാ നമ്മുടെ IBPS എക്സാമോ SBI എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും കോച്ചിങ്ങിന് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നമ്മളിപ്പോ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ നിങ്ങൾ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ 3-4 കൊല്ലമൊക്കെ നിങ്ങൾ പഠിക്കാതെ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നിങ്ങൾക്ക് വന്ന് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കുറെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. 3-4 വർഷത്തെ ഗ്യാപ്പ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് തന്നെ ഞാൻ നിസ്സാരമായിട്ട് ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഒരു കുട്ടി വന്നു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം തന്നെ. ആ കുട്ടി BSc ജിയോളജി ആണ്. 12x10 എത്രയാന്ന് ആ കുട്ടിയോട് ചോദിച്ചു. 12x10 ആ കുട്ടിക്ക് പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇങ്ങനെ അറിയാത്തൊരു കുട്ടി ഉണ്ടോ എന്ന് ചോദിക്കും. അല്ല, BSc ജിയോളജി എടുത്ത് നിൽക്കുന്ന കുട്ടി, ഡിഗ്രി യോഗ്യതയുള്ള കുട്ടിയാണ്. ആ കുട്ടിയോട് പറഞ്ഞതെന്ന് വെച്ചാൽ +2 ശേഷം ഞാൻ മാത്സ് എടുത്തിട്ടില്ല. +1 +2 മാത്സ് എടുത്തൊരു കുട്ടിയാണ് കേട്ടോ. ഇന്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ ഒക്കെ പഠിച്ച ഒരു കുട്ടിയാണ്. പെട്ടെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് എന്റെ ആൻസർ, ആ കുട്ടി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. 12x10 എന്ന് പറയുമ്പോൾ എന്നോട് 1200 ആണോ ചോദിക്കും. ഞാൻ പറയാം അടി കിട്ടും, കറക്റ്റ് ആയിട്ട് ആലോചിച്ച് പറയും. അപ്പൊ അവന്റെ അമ്മ വേഗം കയറി ആൻസർ പറഞ്ഞു. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് ടച്ച് വിടുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ ഡിഗ്രിയോ അല്ലെങ്കിൽ +2 ഒക്കെ യോഗ്യത കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണെങ്കിൽ കറക്റ്റ് ഈ ടൈമിൽ തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നത് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണ്? ശരി, അപ്പൊ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. നോക്കിക്കോട്ടെ. ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് മലയാളം അറിഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. വളരെ ഈസിയാണ്. ടയർ 2 ടയർ 1 അങ്ങനെയൊന്നുമില്ല. ഒറ്റ ഇതിൽ എഴുതുന്ന എക്സാം ആണ്. അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ആ ബാങ്ക് നമ്മൾ വിളിക്കുന്നു. നമ്മളവിടെ ലോക്കൽ ഏരിയയിൽ നമ്മൾ ഒരു വർഷം നമ്മൾ ജോലി ചെയ്യുന്നതാണ്. പിന്നെ വരുന്നതാണ് IDBI ബാങ്ക്. കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതിൽ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല സാലറി വരുന്നതാണ്. ഇവർ സെപ്പറേറ്റ് ആയിട്ടാണ് ഇവർ കോൾ ഫോർ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഡിഗ്രി ലെവൽ യോഗ്യതയായിട്ട് വരുന്ന എക്സാം തന്നെയാണ്. ഇതിന്റെയും എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാകുന്നത് മാത്രം. നമ്മുടെ SSCയിൽ വരുന്ന പോലെ Tier 1 Tier 2 എന്ന് പറഞ്ഞ രീതിയിലുള്ള എക്സാംസ് ഒന്നും വരുന്നില്ല എന്നതാണ്. IDBI അസിസ്റ്റന്റ് മാനേജർ വിളിക്കുന്ന പോലെ തന്നെ IDBI എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അപ്രന്റീസ്ഷിപ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു കോൺട്രാക്ച്വൽ ജോബാണ് വരുന്നത്. ഒരു വർഷത്തേക്കൊക്കെ വരുന്ന ഒരു കോൺട്രാക്ച്വൽ ജോബാണ്. 20 തൊട്ട് 25 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ പണിയെടുപ്പിക്കുക, ഒരുപോലെ നന്നായി പണിയെടുപ്പിക്കുക, അത് കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പറഞ്ഞയക്കുക, വീണ്ടും അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെ ഇതാവുന്നതാണ്. ഞാൻ ഇതിൽ കാണുന്ന വേറൊരു സംഭവം പറഞ്ഞുതരാം. ഇപ്പൊ ചില കുട്ടികളൊക്കെ എന്നോട് പറയാറുണ്ട്, ഡിഗ്രി കഴിഞ്ഞു, ഇൻഫോസിസിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു സാർ, ജോയിൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കാറ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇൻഫോസിസ് പോലത്തെ ഒരു സ്ഥാപനം ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത നിങ്ങളെ തേടി നിങ്ങളുടെ കോളേജിൽ വന്ന് നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് നിങ്ങളുടെ ഒരു മിടുക്ക് കൊണ്ടല്ല നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ വേണ്ട എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ വേണ്ടാത്തത്? കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണം എന്നുള്ളതാണ്. നിങ്ങളാണെങ്കിൽ എന്താണ് അടിമകളായിട്ട് നിങ്ങൾ നിൽക്കുന്നു അല്ലെ. ജോലി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇൻഫോസിസിൽ കിട്ടി, TCSൽ കിട്ടി, വിപ്രോയിൽ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. പക്ഷെ ഈ പറഞ്ഞ ശമ്പളം ഭയങ്കര കുറവായിരിക്കും. ഒരു കൊല്ലം നിങ്ങളെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കും. നിങ്ങളായിട്ട് തന്നെ നിങ്ങളെ ജോലി നിങ്ങൾ വിട്ടു പോകുന്നത്. ഇതിൽ ഒരു 100 പേര് എടുത്തിട്ടുണ്ടെങ്കിൽ 1-2 ആൾക്കാർ മാത്രമേ അത്രയും തന്നെ പിടിച്ചു നിൽക്കുള്ളൂ. അത്രയും കഴിവുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അവർ പെർമനന്റ് ഇത് കൊടുക്കും. അല്ലാത്ത ആൾക്കാർ എന്താണ് ജോലി വിട്ടുപോവുകയോ അല്ലെങ്കിൽ അവർ ലേ ഓഫ് ചെയ്യും. 1 കൊല്ലം 2 കൊല്ലം നിന്നതിന് ശേഷം നിങ്ങൾ തിരിച്ചു വരികയാണ്. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാനുള്ള മിടുക്കും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം എന്താ, അവിടെ ഒരു ഏജ് ബ്രേക്ക് വന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം നശിച്ചു എന്നുള്ളതാണ്. അപ്പോ ഇവർക്ക് പ്രശ്നമില്ല. ഇവർ നിങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാലും അടുത്ത വർഷം അവർ വീണ്ടും വേറെ കോളേജിൽ ചെന്ന് വേറെ കുറച്ച് കുട്ടികളെ എടുക്കുന്നു. ഇത് ഇങ്ങനെ ഒരു പ്രോസസ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പൊ അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, താൽക്കാലികമായിട്ടുള്ള ഇത് മാത്രമാണ്. നമ്മൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്യരുത്. കോൺട്രാക്ച്വൽ ബേസിസിൽ വരുന്ന ഒരു ജോബാണ്. കുറച്ച് നാളത്തേക്ക് ജമ്മയിൽ നടക്കാം. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തിപ്പെടും എന്നുള്ളതാണ് കേട്ടോ. മനസ്സിലാക്കി വെക്കാം. 1 വർഷം മുതൽ 3 വർഷം വരെയാണ് ഇതിന്റെ കോൺട്രാക്ച്വൽ കാലാവധി വരണേ എന്നുള്ളത് അറിഞ്ഞു വെക്കാം. അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വിളിക്കുന്നുണ്ട്. നമുക്കറിയാലോ നമ്മുടെ ഇവിടുത്തെ ബാങ്കുകളാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അല്ലെങ്കിൽ ധനലക്ഷ്മി ബാങ്ക്, ഫെഡറൽ ബാങ്ക് ഒക്കെ. ഫെഡറൽ ബാങ്ക് ഒക്കെ ചില സമയത്ത് അവർ ഇതുപോലെയുള്ള IBPSനോട് പറഞ്ഞിട്ട് എക്സാം നടത്തി, IBPS ഫെഡറൽ ബാങ്കിന് വേണ്ടി എക്സാം കണ്ടക്ട് ചെയ്ത് ആൾക്കാരെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്റെ അനിയത്തിയൊക്കെ ജോലിക്ക് കയറിയത് അങ്ങനെയായിരുന്നു. IBPS നടത്തിയ എക്സാമിൽ പാസ്സായിട്ടാണ് അവിടെ കയറിയതാണ്. പക്ഷെ ചില കേസസിൽ ഫെഡറൽ ബാങ്ക് എന്താ വെച്ചാൽ ഡയറക്റ്റ് പ്രമുഖമായിട്ടുള്ള കോളേജുകളിൽ ചെന്ന് അവിടുന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെയും ഈ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. 1-2 കൊല്ലം നിങ്ങളെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിച്ച് അവസാനം നിങ്ങളെ ഒഴിവാക്കുന്ന ഒരു ഇതിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഇതിലാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു ഇത് വരുന്നുണ്ട്, മണിപ്പാൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വരുന്നുണ്ട്. അവരുടെ ഒരു കോഴ്സ്, ഫെഡറൽ ബാങ്കിന്റെ ഒരു കോഴ്സ്, ബാങ്കിങ്ങിന്റെ ഒരു കോഴ്സ് വരുന്നുണ്ട്. ആ കോഴ്സ് നിങ്ങളെ കൊണ്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിച്ച കോഴ്സ് പാസ്സാവുകയാണെങ്കിൽ നിങ്ങളെ അവര് ബാങ്കിലേക്ക് ഓഫീസിലായിട്ട് അവർ എടുക്കുമെന്ന് പറയും. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ചെലവുള്ള ഒരു കോഴ്സാണ്. അപ്പൊ ബാങ്ക് അപ്പോൾ സൊല്യൂഷൻ പറയും, ലക്ഷങ്ങൾ ചെലവാണെന്ന് വെച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ലക്ഷങ്ങൾ ചെലവാണെന്നുള്ള ലോണും ഞങ്ങൾ തന്നെ തരാം. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ അടച്ചു തീർത്താൽ മതി എന്ന് പറയും. അങ്ങനെയൊക്കെയാണ് ഫെഡറൽ ബാങ്ക്
നിയമനങ്ങൾ ഇപ്പൊ നടത്തണേ എന്നുള്ളതാണ്. ഫെഡറൽ ബാങ്കിനെ പോലെ തന്നെ നമുക്ക് ധനലക്ഷ്മി ബാങ്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുതലായിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും എല്ലാ വർഷവും നിയമനങ്ങൾ നടത്തുന്നുണ്ട്. PO അല്ലെങ്കിൽ ക്ലറിക്കൽ ജോബിലേക്ക് നടത്തേണ്ടത് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ അതിന് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC ജോബ്സ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവൽ, നമ്മളിപ്പോ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിൽ ഡിഗ്രി യോഗ്യത, CHS എന്ന് പറഞ്ഞാൽ +2 യോഗ്യത വരുന്നുണ്ട്, MTS എന്ന് പറഞ്ഞാൽ 10th യോഗ്യത വരുന്നുണ്ട്. പക്ഷെ ബാങ്കിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓഫീസർ പോസ്റ്റ് ആണെങ്കിലും ക്ലറിക്കൽ പോസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് മിനിമം വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. പണ്ടൊക്കെ എന്റെ ഒക്കെ സമയത്ത് എങ്ങനെയാ വെച്ചാൽ +2 യോഗ്യതയുള്ള ആൾക്കാർക്ക് ക്ലർക്കായിട്ട് കയറാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പറ്റില്ല, മിനിമം ഡിഗ്രി തന്നെ വേണം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസർ പോസ്റ്റുകൾക്ക് മാത്രമേ ഇന്റർവ്യൂ വരുന്നുള്ളൂ. ക്ലറിക്കൽ പോസ്റ്റിലൊന്നും ഇന്റർവ്യൂ ഇല്ല. ഡയറക്റ്റ് നിങ്ങൾ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ജോലിയിലേക്ക് കയറാണ്. ഞങ്ങളുടെ സമയത്തൊക്കെ എന്താ വെച്ചാൽ ക്ലറിക്കൽ പോസ്റ്റുകൾക്കും ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പല ആൾക്കാരും എനിക്ക് അറിയാം, ടെസ്റ്റ് എഴുതാനൊക്കെ നല്ല മിടുക്കരായ ആൾക്കാരാണ്. ഇന്റർവ്യൂ വരുമ്പോൾ പേടിച്ച് വിറച്ച് ഇന്റർവ്യൂ മാത്രം ഔട്ടായി കയറാത്ത പല ആൾക്കാരെയും അറിയാറുണ്ട്. ഇന്നിപ്പോ അങ്ങനത്തെ പ്രശ്നം നമുക്ക് വരുന്നില്ല എന്നുള്ളത്. അതേപോലെ തന്നെ ബാങ്കിങ്ങിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എക്സാം ആണ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെ, കൺട്രോൾ ഓഫ് ദ മണി മാർക്കറ്റ് ആണ്. ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളുടെയും അധിപൻ എന്ന് പറയുന്ന ആളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. റിസർവ് ബാങ്കിന്റെ ഓഫീസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇവിടെ എറണാകുളത്തൊക്കെ ഓഫീസ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. RBIയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ബാങ്കുകളെ പോലെ നമുക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് വരുന്നില്ലല്ലോ. RBI ഓഫീസ് എന്ന് പറയുമ്പോൾ ഒരു ഓഫീസാണ്, ഓഫീസ് വർക്കുകൾ ഉണ്ടാവുന്നല്ലാതെ കാലത്ത് 10 മണിയാകുമ്പോഴേക്കും കുറെ കസ്റ്റമേഴ്സ് കൂട്ടം കൂടി വന്ന് അങ്ങനെ തിരക്കൊന്നും വരുന്നില്ല. വളരെ സമാധാനപരമായിട്ട് അന്തരീക്ഷത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. അത്യാവശ്യം കൂടുതൽ നമുക്ക് ബെനിഫിറ്റ്സ് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആൾക്കാർ, ഒരുപാട് ആൾക്കാർ എനിക്ക് പ്രത്യേകമായിട്ട് RBI തന്നെ കിട്ടണം എന്നൊക്കെ വിചാരിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഒഴിവുകൾ അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അധികം നമുക്കൊരു 100-ൽ താഴെ ഒഴിവുകളൊക്കെയാണ് എല്ലാ വർഷവും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. എങ്കിൽ പോലും കുറെ ആൾക്കാർ ഇതിനു വേണ്ടി പഠിക്കുന്നുണ്ട്. സെയിം സിലബസ് തന്നെയാണ്, സെയിം തന്നെ പ്രിലിംസ്, മെയിൻസ്, പിന്നെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിവുണ്ടായിരിക്കണം എന്ന് മാത്രമേ വരുന്നു, വേറെ ഒന്നും വരുന്നില്ല. അതേപോലെ വരുന്നത് RBIയുടെ ഗ്രേഡ് ബി ആണ്. ഗ്രേഡ് ബി എന്ന് പറയുന്നത് ഓഫീസർ ഗ്രേഡ് ആണ്. നമ്മൾ നേരത്തെ നോക്കിയത് RBIയുടെ അസിസ്റ്റന്റ് ഗ്രേഡ് ആണ്, അത് ക്ലറിക്കൽ ലെവലിൽ വരുന്ന ഒരു ജോബാണ്. ഇവിടെ വരുന്ന RBIയുടെ ഓഫീസർ ഗ്രേഡിൽ വരുന്ന ഒരു ജോബാണ് കേട്ടോ. സാധാരണ ഇതിൽ നമ്മൾ ഡിഗ്രി ലെവലിൽ നമുക്ക് വരണം. ഹൈ പോസ്റ്റ് ആണ്. ഈ ജോബിന് വേണ്ടിയിട്ട് ഒരുപാട് മത്സരം ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നടക്കുന്നുണ്ട്. ബാങ്കിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബ് എന്ന് പറയാവുന്നത് RBI ഗ്രേഡ് ബി എന്ന് പറയുന്ന ഒരു ജോബാണ്. ഇപ്പൊ ഇതിന്റെയൊക്കെ സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസ് അവർ ഇടും. നമ്മൾ ഈ പറഞ്ഞ ബാങ്കിന്റെ സൈറ്റുകളും ഒക്കെ നമ്മൾ എപ്പോഴും നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ പിന്നാലെ നമ്മൾ നിൽക്കണം. അല്ലെങ്കിൽ ഈ ബാങ്ക് കോച്ചിങ്, SSC കോച്ചിങ് ഒക്കെ ഇതാണ്, ഈ ഓരോ ഓൺലൈൻ സൈറ്റുകൾ ഉണ്ടായിരിക്കില്ലേ ഇതിന്റെയൊക്കെ കൊടുക്കുന്നതായിട്ടുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ ഓരോ സൈറ്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഏതെങ്കിലും സൈറ്റുകൾ നമ്മളൊന്ന് ഫോളോ ചെയ്താലും മതി. അപ്പോൾ സൈറ്റുകൾ ഫോളോ ചെയ്താലും കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് അറിയാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് കേട്ടോ. ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിന്റെയൊക്കെ സെയിം നമ്മുടെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് സെയിം പ്രൊഫൈൽ തന്നെയാണ് വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റാവുന്ന എക്സാം ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 1 to 1.5 years വരെ നമ്മൾ നിന്ന് എഴുതേണ്ട എക്സാംസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ഡൗട്ട്സ് ചോദിച്ചോളൂ. ഇതിന്റെ ഒരു ബാക്കി ഭാഗം ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് 2 കാര്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. SSC ജോബ്സ് നമ്മൾ നോക്കി, അതേപോലെ നമ്മൾ ബാങ്കിങ് മേഖലയിൽ വരുന്ന ജോബ്സ് നമ്മൾ നോക്കി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചും കൂടെ നമുക്ക് എളുപ്പത്തിൽ കിട്ടാവുന്നതോ അല്ലെങ്കിൽ പണി കുറച്ച് ചെയ്യാവുന്ന, പലപ്പോഴും നമ്മൾ ചിന്തിക്കും അല്ലെ, ശമ്പളത്തിന് കുറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് വലിയ പണി വലിയ ടെൻഷനൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല, അങ്ങനെ പണി കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന എന്തെങ്കിലും ജോബ് ഉണ്ടോ എന്നൊക്കെ സാധാരണഗതിയിൽ കുട്ടികൾ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ജോബുകൾ കുറച്ചും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാവുന്നതാണ്. PPT നാളെ ഷെയർ ആക്കാം. കംപ്ലീറ്റ് ക്ലാസ് ഇന്നത്തെയും നാളത്തെയും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് PPT നിങ്ങൾക്ക് ഇടാം. പിന്നെ ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ്സും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായി. അപ്പൊ എന്തെങ്കിലും പോയിന്റ്സ് മിസ്സാക്കണ്ടെങ്കിൽ ഉണ്ടാവുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം. എന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ പഠിപ്പിച്ച ഒരു 2000-3000 കുട്ടികളെങ്കിലും ഇന്നിപ്പോ പല പല ബാങ്കുകളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല പല ഈ സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. PSC അധ്യാപനം കൂടിയാണ്. അങ്ങനെ വേറെ ഒരു 1000-1500 കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെയൊക്കെ ഒരു എയിം എന്ന് പറയുന്നത്, ഞാൻ 22 വയസ്സ് തൊട്ട് തന്നെ ഈ ഒരു മേഖലയിലുള്ള ഒരാളായതുകൊണ്ട് കൃത്യമായിട്ട് ഈ മേഖലകളെ കുറിച്ച് എനിക്ക് അറിയുകയും പിന്നെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ ടീച്ചർ എന്നുള്ള കൺസെപ്റ്റ് എപ്പോഴും മാറ്റി നിർത്താം. അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു മെന്റർ നമുക്ക് ഉണ്ടാവണം എന്നതാണ്. മെന്റർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഞാനും നിങ്ങളും തമ്മിൽ വ്യത്യാസം എന്താ? ഞാനും നയനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നയന നാളെ വാങ്ങാൻ പോകുന്ന ജോലി ഒരു 15-16 വർഷം മുമ്പ് ഞാൻ വാങ്ങി എന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ഏജിന് മൂത്ത ആളായത് കൊണ്ട് ഞാൻ നേരത്തെ വാങ്ങി.
നയന ചിലപ്പോ ഒരു വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞ് ഇതേ ജോലി വാങ്ങും. ഈ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ഒരു 15 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നയനയ്ക്ക് തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ നയനയ്ക്ക് അടുത്തൊരു ജനറേഷന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നതാണ്. അതായത് നമ്മളിപ്പോ ഒരു കോഴ്സ് സെല്ല് ചെയ്യുകയാണെങ്കിൽ ആ കോഴ്സിന്റെ ഗുണങ്ങളെ കുറിച്ച് മാത്രമേ പലരും പറയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ACCA അല്ലെങ്കിൽ CMA വിത്ത് BCom എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഗുണങ്ങൾ മാത്രമേ പറയുള്ളൂ. പക്ഷെ അത് എല്ലാവർക്കും പറ്റുന്നതാണോ, എല്ലാവർക്കും കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് ആരും കൃത്യമായിട്ട് പറയാറില്ല. ഞാൻ എന്റെ അനുഭവങ്ങൾ കൂടെയാണ് പറയുന്നത്. ഇതിന്റെ ജോലിയുടെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതിന്റെ എളുപ്പം എങ്ങനെയാണ്, കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയും. ഞാൻ പറഞ്ഞില്ലേ UPSC 1000-ൽ ഒരാളാവുന്ന സാധ്യത ഉണ്ടോ, അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. ഈ പറഞ്ഞ ഗവൺമെന്റ് എക്സാംസ് ഒരു 3.5 ലക്ഷം ഒഴിവുകൾ എല്ലാ വർഷവും വരുന്നുണ്ട്. അതിൽ ഒരാളാവാനുള്ള സാധ്യത നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല എന്നാണ് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം പോലും അതിന് വേണ്ടി കളയരുത്. മനസ്സിലാട്ടോ? നിങ്ങളുടെ പ്ലാൻ ബി വേറെ എന്താ വെച്ചാൽ അതിലേക്ക് നിങ്ങൾ പോവുക. അല്ല സാർ 3.5 ലക്ഷം ഞാൻ ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുമോ, ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് വേണ്ടി വരണം എന്നതാണ്. പക്ഷെ ഇതിലേക്ക് വേണ്ടി വരുമ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് ഇൻഫർമേഷന്റെ ആധിക്യമാണ്. എവിടെ നോക്കി കഴിഞ്ഞാലും യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ കുറെ ക്ലാസ്സസ് അവിടെ ഉണ്ട്. അപ്പൊ ഏത് ക്ലാസ് പഠിക്കണം, ആര് ഫോളോ ചെയ്യണം എന്നുള്ളത് പ്രശ്നമാണ്, അല്ലെ? നമ്മൾ നേരിടുന്ന ഒരു ഇതാണ്. അപ്പൊ പലരും എന്ത് ചെയ്യുക, അവിടുന്ന് കുറച്ച് പഠിക്കും, ഇവിടുന്ന് കുറച്ച് പഠിക്കും. അത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ നോക്കി കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊക്കെ പഠിച്ച സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ചാനലുകളൊന്നും ഇല്ല. ഞാൻ ജോലി കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ഒരു മൊബൈൽ ഫോൺ, 22ാമത്തെ വയസ്സിലാണ് ഞാൻ മൊബൈൽ ഫോൺ ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യണേ. അപ്പൊ നമുക്കറിയാലോ അതുവരെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതിൽ നമുക്ക് കുറെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇത് നിങ്ങളെ സംബന്ധിച്ച് എവിടെ നോക്കിയാലും കിട്ടുന്നതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അതിലെ ചതിക്കുഴികളിൽ നമ്മൾ വീഴാനായിട്ട് പാടില്ല. ആരാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ആരാണ് പറഞ്ഞു തരുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റണം. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്ഥാപനം ഏറ്റവും നല്ല സ്ഥാപനം ആവണം നിർബന്ധമില്ല, അല്ലെ? ഇപ്പൊ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു നടൻ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയും ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ എന്നൊക്കെ പറയും. ഷാരൂഖ് ഖാൻ സൽമാൻ ഖാനേക്കാൾ ഒരു മികച്ച നടനാണ് നമ്മുടെ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്നത്, അല്ലെ? മോഹൻലാൽ മമ്മൂട്ടിയും പോപ്പുലർ ആവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ക്വാളിറ്റി ഉള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ ഇതിനൊക്കെ എന്താ വെച്ചാൽ കുറെ ചതിക്കുഴികളുണ്ട്. കുട്ടികളെ അതിലേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ടും കോഴ്സുകൾ വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇതുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ സഫർ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് പല ആൾക്കാരും. അതൊരു പേഴ്സണൽ കാരണം കൊണ്ടാണ് എനിക്ക് പോവാൻ പറ്റാത്തത്. ഞാൻ ഓൾറെഡി ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സിനാണ് എനിക്ക് കിട്ടിയത്. ഏതൊരാളും പോകാൻ വില്ലിങ് ആയിട്ടുള്ള, നിങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇഷ്ടമുള്ള ഇതാണ്. എന്റെ ഒരു മേഖല തന്നെയാണ്, കണക്ക് എന്റെ മേഖല ആയതുകൊണ്ട് എനിക്ക് പോവാൻ വളരെ താല്പര്യമുള്ളതായിരുന്നു. ഞാൻ അതിനുവേണ്ടി പോകാനൊക്കെ റെഡി ആയതായിരുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ വലിയൊരു പേഴ്സണൽ ട്രാജഡി, അതാണ് ഞാൻ പറയുന്നത്, ചില നിമിത്തങ്ങൾ എന്ന് പറയുന്നില്ലേ, എന്റെ ജീവിതത്തിലെ വലിയൊരു പേഴ്സണൽ ട്രാജഡി ഒക്കെ ആ സമയത്തേക്ക് ഉണ്ടായിരുന്നത്. കുറെ പേഴ്സണൽ ട്രാജഡീസ് എന്റെ ജീവിതത്തിലുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെ പോലെ എനിക്ക് ഡിഗ്രിയും PGയും ഒന്നും എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് പഠിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലാവണ്ടോ? എനിക്ക് കുറച്ച് ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഒരു 18.5 വയസ്സ് മുതൽ ഒരു 20-21 വയസ്സ് വരെ എന്റെ ശരീരം പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. 2.5 കൊല്ലം ഞാനും എന്റെ വീടും എന്റെ ഒരു മുറി മാത്രം, എന്റെ ഒരു ബെഡ്റൂമിൽ മാത്രം തളച്ചിട്ടപ്പെട്ട ഒരു ജീവിതം എനിക്ക് ഉണ്ടായിരുന്നു. അതായത് എന്റെ ഒരു ബേസിക് ആയിട്ടുള്ള എന്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ ചെയ്തു തരണമെങ്കിൽ എന്റെ അമ്മ വന്നിട്ട് എനിക്ക് ചെയ്തു തരേണ്ട അവസ്ഥയാണ്. എനിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ വരെ അമ്മ വന്ന് എന്നെ കൊണ്ടുവന്ന് ടോയ്ലറ്റിൽ കൊണ്ട് ഇരുത്തി അല്ലെങ്കിൽ കുളിപ്പിക്കണം എന്ന് വെച്ചാൽ അമ്മ വന്ന്. ആ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചത്. ഒരു 18-19 വയസ്സുള്ള ഒരു യുവാവാണ്. അത് എന്റെ കസിൻസ് ഒക്കെ ഏകദേശം ആ പ്രായത്തിലുള്ള ആൾക്കാരാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഏജ് ആണ്. ആ സമയത്ത് നമ്മളെ ജീവിതം നമ്മളെ തളച്ചിടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുറെ പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ. അങ്ങനെ വന്നത് കൊണ്ട് എന്റെ ഉള്ളിൽ എനിക്ക് ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു. വേഗം പഠിക്കുക, ജോലി കിട്ടുക. കാരണം എന്നെ സംബന്ധിച്ച് ഡിഗ്രി പാസ്സാവുന്ന പോലെ എനിക്കൊന്നും ഉറപ്പുണ്ടായില്ല. ഞാൻ 5 കൊല്ലം കൊണ്ടാണ് എനിക്ക് ഡിഗ്രി എഴുതാൻ പറ്റിയത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നേക്ക് എഴുതാനായിട്ട് പറ്റില്ല. 1 മണിക്കൂറിന് മേലെ എനിക്ക് ഒരു എക്സാമിന് വേണ്ടി ഇരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ എന്റെ ശരീരം പതുക്കെ കുഴഞ്ഞു കിടക്കും. എനിക്കപ്പോ കുറച്ചു നേരം കിടക്കണം. അപ്പൊ പിറ്റേ ദിവസം എക്സാം ഉണ്ടെങ്കിൽ ആ എക്സാം ഞാൻ എഴുതില്ല, അത് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എഴുതി പിന്നെ ശരീരം കുറച്ചും കൂടെ ബെറ്റർ ആയപ്പോ എന്റെ മാർക്സ് ഒക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ 5 കൊല്ലം എനിക്ക് വേണ്ടി വന്നു ഒരു ഡിഗ്രി പാസ്സാവാനായിട്ട്. എന്റെ പേടി തന്നെയായിരുന്നു, എന്റെ ജീവിതം എവിടെ എത്തിപ്പെടില്ല എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് സമയം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതേപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും പ്രിപ്പയർ ചെയ്യുക ഞാൻ അതിന്റെ കൂടെ തന്നെ നടത്തിയിരുന്നു. എന്ന് എന്റെ ശരീരം ശരിയാവണോ അന്ന് തന്നെ എനിക്ക് എക്സാം എഴുതാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. 21ാമത്തെ വയസ്സ് വരെ 20-21 വയസ്സ് വരെ പാരലൈസ്ഡ് ആയിട്ടുള്ള അവസ്ഥയായിരുന്ന വ്യക്തി 22ാമത്തെ വയസ്സിൽ ഒരു ഗവൺമെന്റ് ജോബിലേക്ക് ഒരു ജോബിലേക്ക് ബാങ്ക് ജോബിലേക്ക് കയറിയിട്ടുള്ളതാണ്. ഞാൻ റോയൽ ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഫോറിൻ ബാങ്കിലാണ് പ്ലേസ്ഡ് ആയത്. അത് ഇന്ത്യയിൽ നിന്ന് ആകെ 5 പേരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓൾ ഇന്ത്യ റാങ്ക് 2 ആയിരുന്നു എന്റെ. അപ്പൊ 21 വയസ്സിൽ ജീവിതം എവിടെയെന്ന് പറഞ്ഞ് വഴിമുട്ടിയ ഒരാൾക്ക് 22ാമത്തെ വയസ്സിൽ
ഒരു വേൾഡ് ക്ലാസ് ബാങ്കിലേക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പിന്നാക്കം പോണ്ടി വന്നിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ 25-26 വയസ്സുള്ള സമയത്താണ് ഞാൻ SSC എഴുതുന്നത്. ഞാൻ ആ സമയത്ത് ഫസ്റ്റ് ടൈം എഴുതി, നല്ലൊരു പോസ്റ്റ് കിട്ടിയില്ല, ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. രണ്ടാമത്തെ വർഷം ഞാൻ വീണ്ടും എഴുതി, റിപ്പീറ്റ് ചെയ്ത് എഴുതി. എനിക്ക് ടോപ്പ് റാങ്ക് ആയിരുന്നു എനിക്ക്. അതിന് പോവാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അപ്പൊ എനിക്ക് വലിയൊരു പേഴ്സണൽ ട്രാജഡി, അത് പുറത്തു പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സണൽ ട്രാജഡി എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും എനിക്ക് ആ യാത്ര എനിക്ക് മുടങ്ങേണ്ടി വന്നു. അതിലൊന്നും എനിക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല. അങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ജീവിതം വേറെ രീതിയിൽ പോയതിനാണ് അല്ലെ. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണം ഉണ്ടായില്ലേ? അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞുതരാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉണ്ടാവണമെന്നില്ല അല്ലെ. ഞാനൊരു 27-28 വയസ്സ് വരെ ഞാൻ എക്സാംസ് എഴുതിയിട്ടുണ്ട്. 27-28 വയസ്സിനുള്ളിൽ ഞാൻ 36 എക്സാംസ് ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. 36 എക്സാംസ് എന്ന് പറയുന്നത് എല്ലാ എക്സാംസ്, ഇൻഷുറൻസ് എക്സാംസ്, റെയിൽവേ എക്സാംസ്, ബാങ്ക് എക്സാംസ്, ഇതൊക്കെ ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നിർത്താനുള്ള കാരണം എന്താ, ഞാൻ എഴുതാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വൈഫിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞു. അതേപോലെ എന്റെ അയ്യത്തിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യും. ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ എക്സാം എഴുതും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ഒരു 27-28 വയസ്സായപ്പോ എന്റെ അച്ഛനോട് പറഞ്ഞു, ഈ എല്ലാ ജോലികളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നീ പക്ഷെ ഒന്നിനും പോകില്ല, നീ ബാങ്കിലോ. അപ്പൊ ഞാൻ SBI ഞാൻ വർക്ക് ചെയ്യാണ്ട്, നീ ഇതിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇല്ലില്ല, UPSC ട്രൈ ചെയ്തിട്ടില്ലേ. അപ്പൊ നീ ബാങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. നീ ഒരു ജോബ് ചെയ്യുകയും ബാക്കിയുള്ള ജോബ് നീ ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ ചാൻസ് അല്ല നീ കളഞ്ഞുകൊണ്ടിരിക്കുന്നു. 36 ജോലികളിൽ ഒരെണ്ണം നീ ചെയ്യുന്നുള്ളൂ. 35 ആൾക്കാരുടെ ചാൻസസ് ആണ് നീ കളഞ്ഞിരിക്കുന്നത്. ആ 35 ആൾക്കാർക്ക് ജോലി വാങ്ങി കൊടുക്കാൻ നിന്നെ കൊണ്ട് സാധിക്കൂ എന്നുള്ള ഒറ്റ ചോദ്യം എന്റെ മൈൻഡിൽ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ PSCയിലേക്ക് ഞാൻ വരുന്നത്. 35 ആൾക്കാരല്ല, 3500-ൽ മേലെ ആൾക്കാർ. എണ്ണം ഞാൻ എടുക്കാറില്ല. കാരണം എന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലാസ് എടുക്കുക, നിങ്ങൾക്ക് ജോലി കിട്ടുന്ന വരെ ഞാൻ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ജോലി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ അടുത്ത് വന്നു താങ്ക് യു സാർ, അല്ലെങ്കിൽ എന്താണ് സ്വീറ്റ്സ് കൊണ്ടുവരാൻ, ഇത് അങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ നിന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം എന്റെ കടമ അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം എന്റെ മുമ്പിൽ അപ്പുറത്ത് വേറെ കുട്ടി ഇതിനു വേണ്ടി അന്വേഷിച്ച ഒരു കുട്ടി ഉണ്ടായിരിക്കും. ആ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്റെ ഒരു ലൈഫിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം ഇതിലേക്ക് ഇറങ്ങണമെന്ന് വെച്ചിട്ടാണ് ഞാൻ, എന്റെ ജോബ് അതിന് തടസ്സമാണെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ, വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു 15 വർഷം വർക്ക് ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഹൈ റിസ്ക് ഉള്ള ഒരു ഡിസിഷൻ തന്നെയാണ് അല്ലെ. കാരണം ഫാമിലി ഒക്കെ ആയി, കുട്ടികളൊക്കെ വലുതായതിനു ശേഷം, പിന്നെ വൈഫാണെങ്കിൽ ഏണിംഗ് മെമ്പറും കൂടി അല്ല, എന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ സ്വാധീനം ചെലുത്താൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസിലാണ്. അതിലേക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പേഴ്സണലി എനിക്ക് ലോസ് ആണെങ്കിൽ പോലും എന്നിലൂടെ കുറെ ആൾക്കാർക്ക് അതിന്റെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. ആ ഗുണം ഞാൻ സ്വീകരിക്കാറില്ല, ആ സന്തോഷം മാത്രമേ നിങ്ങളിൽ നിന്ന് എടുക്കാറുള്ളൂ. UPSC എന്ന് പറഞ്ഞ ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അത് മാത്രമല്ല, UPSC എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് GK കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. എന്നെ സംബന്ധിച്ച് എന്റെ മെയിൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത് മാത്സും ഇംഗ്ലീഷും അതേപോലെ റീസണിംഗ് ആണ്. അപ്പോൾ GK ഒക്കെ എന്റെ ഭയങ്കര വീക്കാണ്. അപ്പൊ അതൊന്നും കുത്തിയിരുന്ന് പഠിക്കാനുള്ള ഒരു ഐഡിയ ഇല്ല. പിന്നെ അത് മാത്രമല്ല, ആ ഒരു ടൈപ്പ് ഓഫ് ജോലിയോട് എനിക്ക് ഒരു താല്പര്യമില്ല. എന്റെ മനസ്സിൽ ഡ്രീം ജോബ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ എനിക്ക് ജോലി കിട്ടണം, കണക്കുമായിട്ട് ബന്ധപ്പെട്ടത് ചെയ്യണം എന്നുള്ള ഒറ്റ എയിമായിരുന്നു. എന്റെ ഭാഗ്യത്തിന് എനിക്ക് അത് തന്നെയാണ് കിട്ടിയത്. UPSC എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, കുറച്ചും കൂടെ ആൾക്കാരെ സ്വാധീനിക്കുകയും കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് ജോബാണ്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് എന്താ പറയാ, മറ്റുള്ളവരെ ഡിക്റ്റേറ്റ് ചെയ്യുക എന്ന് പറയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല. ട്രൈ ചെയ്താൽ കിട്ടുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എന്റെ ഒരു മേഖല അതല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്തില്ല. മാക്സിമമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയിൽ ഞാൻ നിന്നു എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞുതരാം. ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടു വേറെ ഇമീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നു, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയോ? ഇനി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഡ്രീം നമുക്ക് ഉണ്ടാവണം, ഒരു പാഷൻ നമുക്ക് ഉണ്ടാവണം. എന്റെ ഡ്രീം എന്ന് പറയുന്നത് എന്താ, എന്റെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എന്റെ ഒരു ഇതെന്ന് പറയുന്നത്, എന്റെ ഒരു എയിം എന്ന് പറയുന്നത്. എനിക്ക് പ്രശ്നങ്ങൾ വന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കയറേണ്ട ഒരു അത്യാർത്തി എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് വേഗം വേഗം കയറി എന്നുള്ളതാണ്. ഒരുപക്ഷെ നോർമലായിട്ട് ഒരാളെ പോലെ ഒരു ഡിഗ്രി PG ഒക്കെ എടുത്ത് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെയോ, നമുക്ക് ആരും പറഞ്ഞു തരാനില്ലല്ലോ. പാരന്റ്സിനും അങ്ങനെ പറഞ്ഞു തരാനുള്ള ഒരു ഇതില്ല, നമ്മുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്കും അങ്ങനെ പറഞ്ഞു തരാനുള്ളതൊന്നും അന്നത്തെ കാലത്ത് ആർക്കും ഇല്ലല്ലോ. നമ്മൾ തന്നെ സ്വയം കണ്ടെത്തണ്ടേ. ഇന്ന് പക്ഷെ അങ്ങനെയല്ല, പറഞ്ഞുതരാൻ ആൾക്കാരുണ്ട്. കൃത്യമായിട്ടുള്ള ആൾക്കാരെ ആരാന്ന് വെച്ചാൽ അവരുടെ കൈ നിങ്ങൾ പിടിക്കണം. ചില ആൾക്കാരെന്ന് വെച്ചാൽ മോട്ടിവേഷൻ കൊടുത്ത് 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 നമ്മളെ നമ്മളെ ചിലപ്പോ വധിക്കും. അത് ഒരിക്കലും വിചാരിക്കും. ഞാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ, അമിതമായിട്ടുള്ള മോട്ടിവേഷൻ ഒന്നും തരില്ല. എന്റെ ജീവിതമാണ് എന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഞാൻ ചെയ്യാത്തൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയില്ല. ശരിയല്ലേ? മോട്ടിവേഷൻ ഒരു 3 ദിവസം നിൽക്കുന്ന ഒരു കാര്യമാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ സ്വഭാവം തന്നെ എടുക്കും അല്ലെ. ഞാൻ ഇന്ന് ജനുവരി 1-ാം തീയതിയാണ്, ഇന്ന് തൊട്ട് എക്സസൈസ് ചെയ്യണം എന്ന് വിചാരിക്കും. 3-4 ദിവസം കഴിയുമ്പോൾ പതുക്കെ നമ്മുടെ പഴയ മടിയൊക്കെ വന്ന് നമ്മൾ പഴയ പോലെ ആവുന്നതാണ്. അപ്പൊ അതിനർത്ഥം ഇല്ല എന്നുള്ളതാണ്.
SSC എക്സാം ഈ മാസം ലാസ്റ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡിഗ്രി യോഗ്യത നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പോയി ഒന്ന് എഴുതി വരും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പഠിച്ചെഴുതണം നിർബന്ധമില്ല. കാരണം നമുക്ക് റെസ്ട്രിക്റ്റഡ് ചാൻസസ് അല്ലല്ലോ, എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഒന്ന് പഠിച്ചെഴുതുക. 2 മാസം കൊണ്ട് ഒരിക്കലും നിങ്ങൾ എത്തില്ല. നിങ്ങളോട് ഇപ്പൊ ആരെങ്കിലും പറയാണ് 2 മാസം കൊണ്ട് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും, ഈസിയാണ്, 2 മാസത്തെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഒരു ബേസിക്കൽ എടുത്ത ഒരാളാണെങ്കിൽ 10 പൈസ നിങ്ങൾ അതിനുവേണ്ടി ചെലവാക്കിയതേ പറയുള്ളൂ. കാരണം 2 മാസത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതെ എഴുതുന്ന ഒരാളാണെങ്കിൽ വെറുതെ പോയി എഴുതുക. അപ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ ഞാൻ വട്ട പൂജ്യമാണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒട്ടും പ്രിപ്പയർ ചെയ്യേണ്ടി എഴുതണം. എന്നിട്ട് നമ്മൾ എന്ത് എയിമാക്കണം, അടുത്ത വർഷം, അതായത് 1 വർഷം കഴിയുമ്പോൾ വരുന്ന എക്സാം ഞാൻ നല്ല രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് എഴുതണം. അപ്പൊ എനിക്ക് എത്ര മാർക്ക് കിട്ടുന്ന ഒരു ഐഡിയ കിട്ടും. 1 വർഷം കഴിഞ്ഞ് എഴുതുന്ന എക്സാം, 2 വർഷം കഴിഞ്ഞ് എഴുതുന്ന എക്സാം, 3 വർഷം കഴിഞ്ഞ് എഴുതുന്ന എക്സാം, ആ എക്സാമോട് കൂടി നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. ആ 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൾമോസ്റ്റ് അതിലേക്ക് എത്തിയെങ്കിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ല 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് tier 1 പോലും നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന സജഷൻ ഒരിക്കലും ജോലി കിട്ടില്ല എന്നുള്ളതല്ല. നിങ്ങൾക്ക് 3 വർഷം എഴുതിയിട്ടും, അതായത് പഠിച്ച് 3 പ്രാവശ്യം എഴുതിയിട്ടും നിങ്ങൾക്ക് ആ ജോലി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ കരുതി വെക്കുക. പ്ലാൻ ബിയും കൂടെ ഒന്ന് കരുതി വെക്കുക. കാരണം പ്രായം നമ്മുടെ അല്ലേ പോകുന്നത്. ഒരു 25, 26, 27 ആവുമ്പോൾ നമ്മൾ ഒരു അനാവശ്യമായിട്ട് ഒരു പ്രഷർ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നുള്ളത്. ആരും പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്കൊരു പ്രഷർ വരും. ജോലിയില്ല, ജോലിയില്ല, ഞാൻ ഇതിനു വേണ്ടി ഒരു സമയം കളഞ്ഞല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ആംഗ്രി ആയിട്ടുള്ള ഒരു സമയത്ത്, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ആയിട്ടുള്ള സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് പ്രോപ്പർ ഡിസിഷൻസ് ആവണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ നിങ്ങൾ പ്ലാൻ ബി കൂടെ എടുക്കുക. അപ്പൊ നിങ്ങൾ പ്രഷർ ആയതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ടെൻഷൻ ഒന്നും വേണ്ട. എല്ലാ എക്സാംസും എഴുതുക. മടി വിചാരിക്കരുത്, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ എന്തിനാ എഴുതുന്നതെന്ന് ചിന്തിക്കരുത്. മാക്സിമം എല്ലാ എക്സാംസും ഇപ്പോൾ എഴുതുക. അത് കഴിഞ്ഞ് 1 വർഷം പ്രോപ്പറായിട്ട് പഠിക്കാം. 1 വർഷം പ്രോപ്പറായിട്ട് പഠിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം പഠിക്കേണ്ട സിലബസ് നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഈ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ചില സംഭവങ്ങൾ വരും. ഞാൻ നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അതിനത് പറഞ്ഞുതരാം. പിന്നെ അടുത്ത ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞുതരാം. അതായത് എങ്ങനെയാണ് നമ്മൾ ചോദ്യത്തെ നോക്കി കാണേണ്ടതെന്നും ആൻസർ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ചോദ്യത്തെ നോക്കി കാണുന്നത്, ഞാൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ്, എത്ര ടൈം നമുക്ക് ഇതിന് ലാഭിക്കാനായിട്ട് പറ്റും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറിയൊരു സാമ്പിൾ പറഞ്ഞുതരാം. ഈ സംഭവം ഞാൻ പറഞ്ഞു തരുന്നത് മാത്രമല്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഓൾമോസ്റ്റ് എന്റെ സ്പീഡിൽ, ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സായി എനിക്ക്. അപ്പൊ എന്റെ ഒരു റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ സ്ലോ ആയിരിക്കും. നിങ്ങളെ പോലെ നിങ്ങൾ ഏറ്റവും 100% കൊടുക്കുന്ന പോലെ ഒന്നും എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. പ്രായത്തിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വിചാരിച്ചാൽ നല്ല രീതിക്ക് എത്താൻ പറ്റും. പക്ഷെ എങ്ങനെ ചെയ്യണം എന്നുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ അറിവ് നിങ്ങൾ പ്രാക്ടീസ് ആക്കി നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. അത് കൂടാതെ അതേ ടൈപ്പിൽ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഏറ്റവും ബെസ്റ്റിൽ എത്താവുന്നതാണ്. നയനയുടെ പൊട്ടൻഷ്യൽ ഏറ്റവും ബെസ്റ്റ് എത്തിയിട്ടും നയനയ്ക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നയനയ്ക്ക് ജോലി കിട്ടിയില്ല. കാരണം നയനേക്കാളും മിടുക്കരായിട്ടുള്ള ഒരാൾ ഉണ്ടാവാൻ പാടില്ല എന്ന് നയനയ്ക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെ. കുറെയൊക്കെ നമ്മുടെ ജനറ്റിക്കലും കുറേതായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെക്കാളും മിടുക്കരായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ കിട്ടണം, ആവട്ടെ. പക്ഷെ നമ്മളപ്പോ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് ആണോ കൊടുത്തത്? ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാതെ ആ ജോലി കിട്ടാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നമുക്ക് അവിടെ കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ 100% കൊടുത്തുകൊണ്ട് തന്നെ നമുക്കൊരു 2027 നടക്കുന്ന എക്സാംസിൽ 1 വർഷമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. 1 വർഷം കഴിഞ്ഞ് നമുക്ക് നടത്തുന്ന എക്സാമിലൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു മെന്റർഷിപ്പ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരാം. എങ്ങനെ നിങ്ങൾ പഠിക്കണമെന്നും ഏത് രീതിയിൽ നോക്കി കാണണം എന്നുള്ള ഒരു ഇത്. ഞാൻ എന്നുള്ള മെന്റർ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്റെ കൂടെ യാത്രയിൽ നിങ്ങൾക്ക് വരാം. നമുക്ക് ഇനി ക്ലാസ്സസ് ഉണ്ട്. ഇന്നത്തെ ഒരു ക്ലാസ്സോടുകൂടി അവസാനിക്കുന്നില്ല. ഇന്നും നാളെയും മറ്റന്നാളൊക്കെ നമുക്ക് ക്ലാസ്സസ് ഉണ്ട്. ഇതിനൊക്കെ ചെറിയ ചെറിയ സാമ്പിളുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എന്റെ ഒരു ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവണം. ഈ ക്ലാസ്സസ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു തോന്നണം, ഇത് കുഴപ്പമില്ലല്ലോ, ഇത് നല്ല ജോബാണല്ലോ, നല്ല ശമ്പളം കിട്ടുന്ന ഒരു റെപ്യൂട്ടഡ് ആയിട്ടൊരു ജോബാണ്, ഇതിനു വേണ്ടി ഇത്തിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. ഞാൻ 3 കൊല്ലം ഡിഗ്രിക്ക് വേണ്ടി പഠിച്ചിട്ടും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എന്നാ പിന്നെ ഇതിനു വേണ്ടി ഒരു 1.5-2 കൊല്ലം ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ ജോലി കിട്ടിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 21 വയസ്സുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. 2 കൊല്ലം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടി കഴിഞ്ഞാൽ 23-ാമത്തെ വയസ്സിൽ നിങ്ങൾ സർവീസിൽ കയറിയെന്നുള്ളതാണ്. 23 വയസ്സ് തൊട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സർവീസ്, എത്ര കൊല്ലം സർവീസ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഏതൊക്കെ പോസ്റ്റിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും നമുക്ക്. നിങ്ങളെ എങ്ങനെയാണോ ആൾക്കാർ ഇത്രയും നാൾ കണ്ടിരുന്നത് അതൊക്കെ അവിടെ ടോട്ടലി മാറുന്നുള്ളതാണ് അല്ലെ. നമ്മളൊക്കെ പല ആൾക്കാരും കൊച്ചു കുട്ടികളാണ്. അമ്മമാർക്കും അച്ഛന്മാർക്കും ബന്ധുക്കൾക്കൊക്കെ നമ്മൾ എന്താ കൊച്ചു കൊച്ചു കുട്ടികളായിരിക്കും നിങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ ഇത് അച്ചീവ് ചെയ്ത് വരുമ്പോൾ നിങ്ങളൊരു ഉദ്യോഗസ്ഥനോ ഒരു ഉദ്യോഗസ്ഥയായി എന്നുള്ളതാണ്. നമുക്ക് ഉണ്ടാവുന്ന സോഷ്യൽ സ്റ്റാറ്റസും റെസ്പെക്റ്റും ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതം ടോട്ടലി മാറുന്നുള്ളതാണ്. പ്രൊവൈഡ് കഷ്ടപ്പാട് നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. കുറച്ച് നാൾ ഇതിനു വേണ്ടി നിന്നു, അത് കഴിഞ്ഞ് ഇത് വിട്ടു വേറെ നോക്കി പോയി കഴിഞ്ഞാൽ എവിടെ നമുക്കൊരു
ഒരു മേന്മ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കഷ്ടപ്പെട്ടാൽ തന്നെയാണ് എല്ലാവരും കയറുള്ളൂ. കയറിയ എല്ലാ ആൾക്കാരും കഷ്ടപ്പെട്ടവരും കയറിയ ആൾക്കാരും. നിങ്ങൾ ആദ്യം നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, എനിക്ക് പറ്റുന്ന സിലബസ് ആണോ ഈ പറഞ്ഞ സാധനങ്ങൾ, എനിക്ക് ഇത്രയും നാൾ ഇരിക്കാനായിട്ട് പറ്റുമോ? അപ്പൊ സാറ് പറഞ്ഞു 2 മാസം 3 മാസം ഒന്നും കിട്ടില്ല, മിനിമം ഒരു വർഷം 1.5 വർഷമൊക്കെ ഇരുന്നാലാണ് ഏറ്റവും മിനിമം നമുക്ക് ഇതിനു വേണ്ടി പറ്റും. അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വരാം. ഇനി അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾ പറയണം അയ്യോ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല എങ്കിൽ നിങ്ങളുടെ സമയം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും. കിട്ടില്ല എന്ന് ഒരിക്കലും പറയില്ല, ഞാൻ ആളല്ല. നിങ്ങൾക്ക് കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് ദൈവം തീരുമാനിക്കേണ്ട കാര്യമല്ല, എനിക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനു വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. പലരും എന്നോട് ചോദിക്കാറുണ്ട് പി ജിക്ക് പൊക്കോട്ടേയും ചെയ്യും. ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പി ജിക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? പി ജി ചെയ്തൊന്നല്ലാതെ വേറെ എന്താ വ്യത്യാസം വരുന്നത്? നിങ്ങളിപ്പോ ടീച്ചർ ആവാൻ നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓക്കെ പി ജി ഒക്കെ ചെയ്തു നിങ്ങൾക്ക് ബി.എഡും നെറ്റൊക്കെ എടുത്ത് പോകണം വിചാരിക്കാം. അല്ലാത്ത എല്ലാ ജോലികൾക്കും ഒരു ഡിഗ്രി മാത്രമാണ് യോഗ്യതയായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് നമ്മൾ പി ജി ഒക്കെ എടുക്കുന്നത്? ആ 2 വർഷം കൊണ്ടേക്ക് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തോടെ, തീർച്ചയായിട്ടും കിട്ടുന്നേ. 3.5-4 ലക്ഷം ഒഴിവ് നികത്തപ്പെടുന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമില്ല. 3 വർഷം കൊണ്ട് ഒരു 12 ലക്ഷം ഒഴിവുകളാണ് നികത്തപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ചു, 3 വർഷം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് 12 ലക്ഷം ആൾക്കാരെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ എഴുതാൻ വന്ന എക്സാംസ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ 15 lakhs അല്ലെങ്കിൽ 20 lakhs ആൾക്കാരായിരിക്കും ആകെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഈ കണ്ട കോടി ആൾക്കാർ ഒരു 20 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന എക്സാംസിൽ 3 വർഷം കൊണ്ട് ഒരു 12-13 ലക്ഷം ആൾക്കാരെ എടുക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് അതിലൊരാളായിക്കൂടാ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. നമ്മുടെ ട്രെയിനിങ്ങിന് ഒരു ഇതുണ്ടാവണം, ഒരു കൃത്യത ഉണ്ടാവണം, നല്ലൊരു മെന്റർ എപ്പോഴും ഉണ്ടാവണം. ഞാൻ പറയുന്നത് 2 കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചു കേട്ടുള്ളൂ. നല്ലൊരു മെന്റർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. 2, നമ്മുടെ ഹാർഡ് വർക്ക് നമ്മൾ എപ്പോഴും വിശ്വസിക്കണം. നിങ്ങൾ എത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള ആളാണോ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, ഞാൻ PSC കോച്ചിങ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഡോക്ടർമാരുണ്ട്, അതായത് ഈ BAMS അല്ലെങ്കിൽ BHMS ഒക്കെ എടുത്തിട്ടുള്ള ഡോക്ടർമാരുണ്ട്. ഞാൻ റീസെന്റ് ആയിട്ട് നടന്ന ഒരു എക്സാമില് ഈ 4 കുട്ടികളുണ്ട്. ഈ 4 കുട്ടികൾ 4 പേരും ഡോക്ടർമാരാണ്. 4 പേർക്കും കിട്ടിയില്ല. പക്ഷെ ഒരു 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള കുട്ടി LD ക്ലർക്ക് എക്സാം പാസ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ യോഗ്യതയിൽ അർത്ഥം വരുന്നില്ല. ഡോക്ടർക്ക് കിട്ടിയില്ല മറ്റേ ആൾക്ക് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല ഡോക്ടർക്ക് കിട്ടാത്തത്. ഡോക്ടർ ഇതിനെ സെക്കൻഡറി ആയിട്ടാണ് കണ്ടത്. അവരെ പ്രാക്ടീസ് കഴിഞ്ഞ് വന്ന് കിട്ടുന്ന സമയം മാത്രമേ ഒരു പ്രാക്ടീസ് ചെയ്തു. മറ്റേ പയ്യുന്നവരെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, അവന് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഫുൾ ടൈം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ഇരുന്നുകൊണ്ട് അവനത് കയറിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിന്താഗതികൾ എന്താണ്, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ എന്താണ്, പിന്നെ നമ്മുടെ ഹാർഡ് വർക്ക് എന്താണ്, ഈ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ്. ഒരിക്കലും നമുക്ക് സംശയം ഉണ്ടാവാനായിട്ട് പാടില്ല. കാരണം നമ്മൾ ഈ പഠിക്കാത്ത മേഖലകളിൽ കൂടിയാണ് നമ്മൾ ഇനി പോകുന്നത്. ഇതൊന്നും ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്ന പല കാര്യങ്ങളും നമ്മൾ സ്കൂളുകളിൽ നിന്നും ടീച്ചർമാർ പറഞ്ഞു തരുന്നില്ല. നമുക്കൊരു 10 മാർക്കിന് തരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം ഇവിടെ SSCക്ക് 1 മാർക്കിന് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ 10 മിനിറ്റ് എടുത്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ നമ്മൾ 50 സെക്കൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയ പുതിയ മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ആ മെത്തേഡ്സിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. പുതിയ മെത്തേഡ്സ് ആണ്. പിന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്പീഡ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരിക്കലും നമ്മൾ സ്കൂളുകളിൽ പഠിച്ച അതേ മെത്തേഡ്സ് അല്ല നമ്മൾ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്, പുതിയ പുതിയ മെത്തേഡ്സ് ആണ്. അപ്പൊ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ കുറച്ച് നാൾ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 months to 1 year ഒക്കെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു റീസെന്റ് നടന്ന സിനിമയിൽ പറഞ്ഞ പോലെ വൺസ് ഇന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് ഒന്നും നിങ്ങൾ ഇന്നായി കഴിഞ്ഞാൽ ഒരു 2 മാസമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട്. ആ 2 മാസത്തിൽ നിങ്ങൾ അതിജീവിച്ച് ഇതിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ ഒരു യന്ത്രം പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിച്ചോളൂ. അപ്പൊ എനിക്ക് വേണ്ടതാണ്, എനിക്ക് കൂടെ വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, എനിക്ക് മെന്റർഷിപ്പ് മാത്രമേ തരാൻ പറ്റൂ. നിങ്ങൾ ഹാർഡ് വർക്കും കൂടി ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ആയി കഴിഞ്ഞാൽ ഡെഡ്ലി കോമ്പിനേഷൻ ആണ്. 1.5 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പറയാം സാർ എനിക്ക് ഇതേ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയിട്ടോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ അയച്ചാൽ ഇഷ്ടംപോലെ കുട്ടികൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾ പറയും സാറ് നേരിട്ട് വന്ന് ഒരു ദിവസം വന്ന് കണ്ട് എന്താ അനുഗ്രഹം വാങ്ങുമോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് ദൈവനിമിത്തമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എന്താ വെച്ചാൽ ആ സമയത്ത് കൃത്യമായിട്ട് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടി എന്നുള്ളത് മാത്രമാണ് നമ്മളെ യോജിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ. അത് ബാക്കിയൊക്കെ നിങ്ങളുടെ ഒരു എഫേർട്ടിന്റെ പുറത്ത് കിട്ടുന്നതാണ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി വരുന്ന ജോബ്സ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ബാക്കി വരുന്ന ജോബ്സ് എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്ലാസ് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു. പറ്റുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പേഴ്സണലി നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയക്കും. ഇന്നത്തെ ക്ലാസ്സിന്റെ റിവ്യൂ എന്താണെന്ന് മെസ്സേജ് അയക്കും. എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കാണുന്ന മാത്രമേ തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജുകൾക്ക് റിപ്ലൈ ഞാൻ തരുന്നത്. ക്ലിയർ ആണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ലാസ്സിന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു. ഞാനാണ് താങ്ക് യു പറയുന്നത്. കാരണം എന്നെ ഫുൾ എനർജിയിലേക്ക് നിങ്ങൾ എത്തിച്ചത് നിങ്ങളാണ് അല്ലെ. അപ്പൊ ഞാനാണ് നിങ്ങളോട് താങ്ക് യു പറയുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നാളെ കാണാം. കേട്ടോ.
Thank you, sir. Thank you.